ഏവർക്കും നമസ്കാരം. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ, പാരമ്പര്യം കൊണ്ട് പെരുമ തീർത്ത നാട്. സംസ്കാരത്തിൻ്റെയും ദേശസ്നേഹത്തിൻ്റെയും പാണ്ഡിത്യത്തിൻ്റെയും നാടൻ കലകളുടെയും വിളനിലമായ പയ്യന്നൂരിൻ്റെ പ്രാധാന്യവും സവിശേഷതകളും പയ്യന്നൂർ ചരിത്രങ്ങളിലൂടെ എന്ന ഡോക്യുമെൻ്ററിയിലൂടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുവാനുള്ള ഒരു എളിയ ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ പയ്യന്നൂരിൻ്റെ പേര് തങ്കലിപികളാൽ എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. സമൂഹ പരിണാമത്തിൻ്റെ മിക്കവാറും എല്ലാ ഘട്ടങ്ങളിലും പല പല വെളിപ്പേരുകളിൽ ഈ പ്രദേശം അതിൻ്റെ പ്രാധാന്യം നിലനിർത്തിപ്പോരുന്നു. ഐതിഹാസികമായ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ മലബാറിൽ കോൺഗ്രസിൻ്റെ 2 വേദികളിലൊന്ന് പയ്യന്നൂരായിരുന്നു. സൈമൺ കമ്മീഷൻ്റെ ബഹിഷ്കരണത്തെ തുടർന്നാണ് പയ്യന്നൂർ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുൻനിരയിലേക്ക് എത്തുന്നത്. 1928 മെയ് മാസത്തിൽ കോൺഗ്രസിൻ്റെ സമ്മേളനം പയ്യന്നൂരിൽ വെച്ച് സമ്മേളിച്ചു. 3 ദിവസം നീണ്ടുനിന്ന ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഇന്ത്യയുടെ പരമമായ ലക്ഷ്യം പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് ആദ്യമായി അംഗീകരിച്ചത് ഈ സമ്മേളനത്തിൽ വെച്ചായിരുന്നു. കെ കേളപ്പനാണ് അന്ന് പ്രമേയം അവതരിപ്പിച്ചത്. തുടർന്ന് നടന്ന സാഹിത്യ സമ്മേളനത്തിൽ മഹാകവി വള്ളത്തോൾ, നാലപ്പാട്ട് നാരായണമേനോൻ, മഹാകവി കുട്ടമത്ത്, വിദ്വാൻ പി കേളുനായർ തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു. പയ്യന്നൂർ രാഷ്ട്രീയ ചരിത്രത്തിലെ മറ്റൊരു പ്രധാന അധ്യായമാണ് ഉപ്പു സത്യാഗ്രഹം. 1930 മഹാത്മാഗാന്ധി തൻ്റെ ഐതിഹാസികമായ ദണ്ഡിയാത്ര ആരംഭിച്ചപ്പോൾ മലബാറിൽ കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ 33 പേരടങ്ങുന്ന ഒരു ജാഥ കോഴിക്കോട് കടപ്പുറത്തു നിന്നും പയ്യന്നൂരിലേക്ക് കാൽനടയായി എത്തി. അന്ന് പയ്യന്നൂർ നിവാസികൾ തെരുവീഥികളൊക്കെ അലങ്കരിച്ച് വാദ്യഘോഷാദികളോടെ ഈ ജാഥയ്ക്ക് വമ്പൻ സ്വീകരണമാണ് പെരുമ്പാപ്പുഴയുടെ ഓരത്ത് നൽകിയത്. തുടർന്ന് ഏപ്രിൽ 23 രാവിലെ ഈ ജാഥ പയ്യന്നൂരിന് സമീപത്തെ ഉളിയത്തുകടവിൽ എത്തിച്ചേരുകയും അവിടെ നിന്ന് ഉപ്പ് കുറുക്കി ഉപ്പു നിയമം ലംഘിക്കുകയും ചെയ്തു. പിന്നീട് ഈ ഉപ്പ് പയ്യന്നൂർ ടൗണിൽ ലേലത്തിൽ വിൽക്കുകയാണ് ചെയ്തത്. നിയമലംഘനത്തെ തുടർന്ന് സമര നേതാക്കളായ CH ഗോവിന്ദൻ നമ്പ്യാർ, മൊയ്യാരത്ത് ശങ്കരൻ, TS തിരുമുമ്പ് തുടങ്ങിയ സമര നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ലോക്കപ്പിലിട്ട് മൃഗീയമായി മർദ്ദിക്കുകയും ചെയ്തു. ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പയ്യന്നൂരിലെ ആദ്യ രക്തസാക്ഷിയായിരുന്നു കൊക്കാനിശ്ശേരിയിലെ കുഞ്ഞിരാമൻ അടിയോടി. രാമന്തളി കോടിയത്ത് കുഞ്ഞിരാമ പൊതുവാളുടെയും അടിയോടി വീട്ടിൽ മാക്കി പിള്ള്യാതിരി അമ്മയുടെയും 5 മക്കളിൽ മൂത്തയാൾ. പയ്യന്നൂരിലെ പ്രശസ്തമായ BEM LP സ്കൂളിലും പയ്യന്നൂർ ഹൈസ്കൂളിലുമായി പ്രാഥമിക വിദ്യാഭ്യാസം. ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെ തന്നെ സ്വാതന്ത്ര്യ സമരങ്ങളിൽ സജീവ പങ്കാളിയായി. 1928 ജവഹർലാൽ നെഹ്റു പയ്യന്നൂർ സന്ദർശിച്ച വേളയിൽ അന്ന് അദ്ദേഹം ഉപയോഗിച്ച എഴുത്തുമേശ അടിയോടി ലേലത്തിൽ കരസ്ഥമാക്കി. ഇന്നും ഒരു അമൂല്യ നിധിയായി ആ മേശ അദ്ദേഹത്തിൻ്റെ തറവാട്ട് വീട്ടിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഉപ്പു സത്യാഗ്രഹത്തെ തുടർന്ന് അറസ്റ്റിലായ ആന്ധ്ര കണ്ണപ്പൊതുവാളെയും കുഞ്ഞിരാമൻ അടിയോടിയെയും ലാഹോർ ഗൂഢാലോചന കേസിലെ പ്രതികളുമായി ബന്ധപ്പെട്ടു എന്ന് ആരോപിച്ച് മധുര ജയിലിലേക്ക് മാറ്റി. എന്നാൽ അവിടെ വെച്ച് ഭക്ഷണം കഴിക്കാതെ ഉപവാസത്തിലേർപ്പെട്ട അടിയോടിയെ അവിടെ നിന്നും ബെല്ലാരി ജയിലിലേക്ക് മാറ്റി. മാപ്പ് എഴുതി തന്നാൽ വിട്ടയക്കാമെന്ന ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ പ്രലോഭനം പാടെ നിരസിച്ച അടിയോടി ജയിൽവാസം തിരഞ്ഞെടുത്തു. തുടർന്ന് 1930 സെപ്റ്റംബർ 21 ആ ധീരദേശാഭിമാനി ബെല്ലാരി ജയിലിൽ വെച്ചു തന്നെ മരണത്തിന് കീഴടങ്ങി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആദ്യ വിദ്യാർത്ഥി രക്തസാക്ഷിയുടെ പേരിൽ അദ്ദേഹം പഠിച്ച സ്കൂൾ ഇന്ന് കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഹൈസ്കൂൾ എന്ന പേരിൽ പയ്യന്നൂരിൽ തലയെടുപ്പോടെ നിൽക്കുന്നു. ചരിത്രം വരും തലമുറകൾക്ക് അറിയാൻ വേണ്ടി. മലബാറിനെ ആകമാനം പ്രകമ്പനം കൊള്ളിച്ച ഈ സത്യാഗ്രഹ സമരത്തെ തുടർന്നാണ് SA ബ്രെൽവിയുടെ ബോംബെ ക്രോണിക്കിൾ പയ്യന്നൂരിനെ 2ാം ബർദോളി എന്ന് വിശേഷിപ്പിച്ചത്. ദേശീയ പ്രസ്ഥാനത്തിനൊപ്പം തന്നെ സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെയും നവോത്ഥാനത്തിൻ്റെയും കർഷക സമരത്തിൻ്റെയും പാരമ്പര്യം കൂടി പയ്യന്നൂരിനുണ്ട്. ജാതി വിവേചനത്തിനെതിരെ നിരന്തരം പോരാടിയ സ്വാമി ആനന്ദതീർത്ഥൻ ശ്രീനാരായണ വിദ്യാലയം സ്ഥാപിച്ചതും ഇവിടെയാണ്. തലശ്ശേരിയിൽ ജനിച്ചു വളർന്ന് ഫിസിക്സിൽ ഉന്നത ബിരുദം നേടി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഉന്നത ഉദ്യോഗങ്ങൾക്ക് അർഹനായ
അനന്തശേണായിയാണ് പിന്നീട് ശ്രീനാരായണ ഗുരുവിൽ നിന്നും സന്യാസദീക്ഷ സ്വീകരിച്ച് സ്വാമി ആനന്ദതീർത്ഥനായത്. പലതരത്തിലുള്ള ചൂഷണങ്ങളും അവഗണനകളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചു കഴിഞ്ഞ ഹരിജനങ്ങളെ അവർക്ക് നല്ല താമസ സൗകര്യമൊരുക്കിയും ഭക്ഷണവും വിദ്യാഭ്യാസവും നൽകിയും സ്വാമിജി അവർക്കിടയിൽ അവരിൽ ഒരാളായി ജീവിച്ചു. മാത്രമല്ല, അവരെ സമൂഹത്തിലെ ഉയർന്ന പദവികൾ വരെ എത്തിക്കാൻ അവർക്ക് സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു സ്വാമിജി. ഉന്നതകുല ജാതനായി ജനിച്ച അനന്തശേണായി തൻ്റെ ജീവിതത്തിലെ സകല സൗഭാഗ്യങ്ങളും ത്യജിച്ചാണ് ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും വഴി തിരഞ്ഞെടുത്തത്. സ്വാമിജി തൻ്റെ പുണ്യകർമ്മങ്ങൾക്ക് കേന്ദ്രമായി തിരഞ്ഞെടുത്തത് പയ്യന്നൂരായിരുന്നു. സ്വാമിജി അന്ത്യവിശ്രമം കൊള്ളുന്നത് ആനന്ദാശ്രമം എന്ന് പരക്കെ അറിയപ്പെടുന്ന ശ്രീനാരായണ വിദ്യാലയ അങ്കണത്തിലാണ്. മഹാത്മജിയുടെ പാദസ്പർശം കൊണ്ട് പരിപാവനമാണ് ഈ കേന്ദ്രം. 1934 ജനുവരി 12 ഹരിജനോദ്ധാരണ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് ശേഖരണാർത്ഥം ഗാന്ധിജി പയ്യന്നൂരിൽ എത്തിയത്. വൻ ജനാവലി പങ്കെടുത്ത ആ സമ്മേളനത്തിൽ വെച്ച് നല്ലൊരു തുക ഹരിജൻ ഫണ്ടിലേക്ക് സമാഹരിക്കാൻ ഗാന്ധിജിക്ക് സാധിച്ചു. തുടർന്ന് അദ്ദേഹം ആനന്ദാശ്രമം സന്ദർശിക്കുകയുണ്ടായി. അന്ന് ഗാന്ധിജി തൻ്റെ സന്ദർശനത്തിൻ്റെ സ്മരണാർത്ഥം അവിടെ ഒരു മാവ് നട്ടുപിടിപ്പിച്ചു. ഗാന്ധി മാവ് എന്ന പേരിൽ ഇന്നും ആ മാവ് ഇവിടെ തണൽ വിരിച്ചു നിൽക്കുന്നു. മാത്രമല്ല, രാഷ്ട്രപിതാവിൻ്റെ ചിതാഭസ്മം അദ്ദേഹത്തിൻ്റെ നിത്യസ്മൃതിക്കായി ഇവിടെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. ഖാദി പ്രചരണത്തിനും പയ്യന്നൂർ ഏറെ മുൻപന്തിയിലാണ്. 1920കളിൽ അഖില ഭാരത ചർക്കസംഘം രൂപീകരിച്ചപ്പോൾ കേരളത്തിലെ അതിൻ്റെ ആസ്ഥാനം പയ്യന്നൂരായിരുന്നു. ഗാന്ധിജിയുടെ പയ്യന്നൂർ സന്ദർശന വേളയിൽ അദ്ദേഹം ഇവിടുത്തെ ഖാദി പ്രചാരണ പരിപാടികൾ നേരിട്ട് കാണുകയും പയ്യന്നൂർ ഖാദിയെ മുക്തകണ്ഠം പ്രശംസിക്കുകയും ചെയ്തു. അന്ന് കൈകൊണ്ട് നെയ്ത ഒരു മുണ്ട് ഗാന്ധിജിക്ക് പയ്യന്നൂരിൻ്റെ സ്നേഹസമ്മാനമായി നൽകുകയും ചെയ്തിരുന്നു. പയ്യന്നൂർ സ്പെഷ്യൽ എന്നറിയപ്പെടുന്ന നേർമയുള്ള ഖാദി വസ്ത്രങ്ങൾ ഇന്ന് ഇന്ത്യയൊട്ടാകെ ഏറെ പ്രസിദ്ധമാണ്. ഗാന്ധിജിയുടെ സമകാലികനായി ഇന്ന് ജീവിച്ചിരിക്കുന്ന ചുരുക്കം ചില വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് പത്മശ്രീ ശ്രീ VP അപ്പുക്കുട്ട പൊതുവാൾ. ഗാന്ധിയൻ ആദർശങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഈ സ്വാതന്ത്ര്യസമര സേനാനിയെ 2023 റിപ്പബ്ലിക് ദിനത്തിൽ രാഷ്ട്രം പത്മശ്രീ നൽകി ആദരിച്ചു. തൻ്റെ 100ാം വയസ്സിലും ഗാന്ധിയെയും ഖാദിയെയും നെഞ്ചോട് ചേർത്ത് ജീവിക്കുന്ന പൊതുവാൾ തൻ്റെ ഗാന്ധിയൻ ജീവിതമൂല്യങ്ങളെ രാജ്യം ആദരിച്ചതിൽ ഏറെ ആഹ്ലാദവാനാണ്. പൊളിറ്റിക്കൽ സയൻസിൽ MA ബിരുദം നേടിയ ഇദ്ദേഹം ഗാന്ധിയൻ ദർശനത്തിലെ ആധ്യാത്മികത, ഭഗവത്ഗീത, ആത്മവികാസത്തിൻ്റെ ശാസ്ത്രം എന്നീ ഗ്രന്ഥങ്ങളുടെ രചയിതാവ് കൂടിയാണ്. ഗാന്ധിയൻ ആദർശങ്ങൾ ലോകമെമ്പാടും പ്രചരിപ്പിക്കുന്നതിന് പയ്യന്നൂർക്കാർ എന്നും ബദ്ധശ്രദ്ധരാണ്. ഇതിന് ഉത്തമ ഉദാഹരണമാണ് പ്രമുഖ ഗാന്ധിയനായ ശ്രീ VTV ദാമോദരൻ മുൻകൈയെടുത്ത് ശ്രീ ചിത്രൻ കുഞ്ഞിമംഗലം രൂപകൽപ്പന ചെയ്ത ഗാന്ധി ശില്പം അബുദാബിയിലെ ഇന്ത്യ സോഷ്യൽ സെൻ്ററിൽ സ്ഥാപിച്ചത്. മാത്രമല്ല, പയ്യന്നൂരിൻ്റെ സ്മൃതികൾ ഉണർത്തുന്ന ചർക്ക അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിൽ സ്ഥാപിക്കാൻ കഴിഞ്ഞതും പയ്യന്നൂർ നിവാസികൾക്ക് എന്നും അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണ്. പയ്യന്നൂരിൽ ഇന്ന് അവശേഷിക്കുന്ന ചില ചരിത്ര സ്മാരകങ്ങളിൽ ഒന്നാണ് പയ്യന്നൂരിലെ പഴയ പോലീസ് സ്റ്റേഷൻ. 1910 നിർമ്മിക്കപ്പെട്ട ഈ പോലീസ് സ്റ്റേഷൻ ഐതിഹാസികമായ പല സംഭവങ്ങൾക്കും മൂകസാക്ഷിയായിട്ടുണ്ട്. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭ സമയത്ത് പയ്യന്നൂരിലെ ധീര ദേശാഭിമാനികളായ TCV കുഞ്ഞിക്കണ്ണ പൊതുവാൾ, AK കുഞ്ഞിരാമ പൊതുവാൾ, CV കുഞ്ഞമ്പുസ്രാപ്പ് തുടങ്ങിയ സമര നേതാക്കൾ ബ്രിട്ടീഷ് പോലീസിൻ്റെ കണ്ണുവെട്ടിച്ച് പോലീസ് സ്റ്റേഷനിലെത്തുകയും ബ്രിട്ടീഷ് പതാകയായ യൂണിയൻ ജാക്ക് വലിച്ചു കീറുകയും പകരം ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക അവിടെ ഉയർത്തുകയും ചെയ്തു. അങ്ങനെ ദേശസ്നേഹികൾക്ക് അഭിമാനിക്കാവുന്ന പല ഉജ്ജ്വല നിമിഷങ്ങൾക്കും സാക്ഷിയായിട്ടുണ്ട് ഈ പോലീസ് സ്റ്റേഷൻ കെട്ടിടം. ഈ കെട്ടിടം ഇന്ന് ഗാന്ധി സ്മൃതി മ്യൂസിയം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഗാന്ധിജിയുടെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളും നമുക്കിവിടെ ചിത്രങ്ങളിലൂടെ ദർശിക്കാവുന്നതാണ്. രാഷ്ട്രപിതാവിന് നൽകാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു സ്മരണിക കൂടിയാണ് ഈ സ്മൃതി മ്യൂസിയം. 1948 ജനുവരി 30 ഗാന്ധിജിയുടെ വേർപാട് ഇന്ത്യൻ ജനതയെ ഒന്നാകെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവമായിരുന്നു. പയ്യന്നൂരിലെ ജനങ്ങളെയും ഇത് ആകെ ദുഃഖത്തിലാഴ്ത്തി. ഇതേ തുടർന്ന് ജനങ്ങൾ ഗാന്ധിജിയുടെ സ്മരണ എന്നെന്നും പയ്യന്നൂരിൽ നിലനിർത്തുന്നതിന് വേണ്ടി ഒരു ഫണ്ട് സ്വരൂപിക്കുകയും ബസ് സ്റ്റാൻഡിന് സമീപത്ത് ഒരു സ്ഥലം വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു. എന്നിട്ട് അതിന് ഗാന്ധി മൈതാനി എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു.
ഇന്ന് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അധീനതയിലുള്ള ഈ സ്ഥലം ഗാന്ധി പാർക്ക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഗാന്ധിജി പയ്യന്നൂർ സന്ദർശിച്ച വേളയിൽ അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്തത് ഈ മൈതാനിയിൽ വെച്ചായിരുന്നു. ഈ പാർക്കിൽ നിത്യസന്ദർശകരായി ധാരാളം പേർ എന്നും ഇവിടെ എത്താറുണ്ട്. പയ്യന്നൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യമായി നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് പയ്യന്നൂരിലെ പ്രസിദ്ധമായ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണ്. പയ്യൻ്റെ ഊര് അഥവാ സുബ്രഹ്മണ്യൻ്റെ ഊര്, അങ്ങനെയാണ് പയ്യന്നൂർ എന്ന പേര് വന്നതിന് പിന്നിലുള്ള ഐതിഹ്യം. തെക്കേ ഇന്ത്യയിലെ പ്രസിദ്ധമായ 3 പ്രധാന സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. തമിഴ്നാട്ടിലെ പഴനി, കർണാടകയിലെ കുക്കെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം, പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം, ഈ 3 ക്ഷേത്രങ്ങളിലും ഒരേ സമയമാണ് പ്രതിഷ്ഠ നടത്തിയത് എന്നാണ് പറയപ്പെടുന്നത്. വടക്കേ മലബാറിൻ്റെ പഴനി എന്നാണ് ഈ ക്ഷേത്രത്തിനെ വിശേഷിപ്പിക്കുന്നത്. പരശുരാമൻ സൃഷ്ടിച്ച 64 ഗ്രാമങ്ങളിൽ ഒന്നാണ് പയ്യന്നൂർ. ഈ പ്രദേശത്തിൻ്റെ മനോഹാരിതയിൽ ആകൃഷ്ടനായ പരശുരാമന് ഇവിടെ ഒരു ക്ഷേത്രം പണികഴിക്കണമെന്ന് ആഗ്രഹമുദിക്കുകയും തുടർന്ന് തൻ്റെ ഗുരുവായ പരമശിവൻ്റെ പുത്രനായ സുബ്രഹ്മണ്യൻ്റെ ഒരു കമനീയ വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. തുടർന്ന് ദേവശില്പിയായ വിശ്വകർമാവിനെ വിളിച്ചു വരുത്തി ഇവിടെ അതിമനോഹരമായ ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു. തുടർന്ന് പരശുരാമൻ ബ്രാഹ്മണ ശ്രേഷ്ഠരെയും തന്ത്രി പ്രമുഖന്മാരെയും വിളിച്ചു വരുത്തി ഇവിടെ അതിവിശിഷ്ടമായ ഒരു സദ്യ ഒരുക്കി. അന്ന് ഈ സദ്യയിൽ പങ്കെടുക്കാൻ ഇരിങ്ങാലക്കുടയിൽ നിന്നും കരകവിഞ്ഞൊഴുകിയ കാവേരി നദി ഒരു തോണിയുടെ സഹായം പോലുമില്ലാതെ തൻ്റെ യോഗവിദ്യയാൽ തരണം ചെയ്ത് ഇവിടെ എത്തിയ തന്ത്രി പ്രമുഖന് പരശുരാമൻ തരണനെല്ലൂർ എന്ന സ്ഥാനപ്പേര് നൽകി ആദരിക്കുകയും തുടർന്ന് ഈ ക്ഷേത്രത്തിൻ്റെ താന്ത്രിക ചുമതല അദ്ദേഹത്തിന് പരശുരാമൻ നേരിട്ട് കൈമാറുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. വനവാസകാലത്ത് പാണ്ഡവന്മാർ ഗന്ധമാദന പർവ്വതത്തിൽ കഴിയവേ ഗർഗമഹർഷി അവരോട് പയ്യന്നൂർ ക്ഷേത്ര മാഹാത്മ്യത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് എന്നാണ് പുരാണങ്ങൾ സൂചിപ്പിക്കുന്നത്. ടിപ്പുവിൻ്റെ പടയോട്ടകാലത്ത് കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെയും പൊൻ താഴികക്കുടവും വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണങ്ങളും അമൂല്യ വസ്തുക്കളും കൊള്ളയടിക്കപ്പെട്ടു. ക്ഷേത്രം തന്നെ പൂർണ്ണമായും അഗ്നിക്കിരയായി. എന്നാൽ ഇവിടത്തെ ഭഗവാന്റെ ബലിതിടമ്പ് ശാന്തിക്കാരൻ യാതൊരു കേടുപാടും കൂടാതെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിരുന്നു. തുടർന്ന് ചിറക്കൽ രാജാവിൻ്റെ സഹായത്തോടെ പൂജാതി കർമ്മങ്ങളൊക്കെ ഒരു മുടക്കം കൂടാതെ ചെയ്തു പോന്നിരുന്നു. അന്ന് ഈ ബലിതിടമ്പ് 4 അമ്പലത്തിൻ്റെയും ചുറ്റുമതിലിൻ്റെയും വടക്കേ വാതിലിലൂടെയാണ് പുറത്തേക്ക് കൊണ്ടുപോയത്. അതുകൊണ്ട് ഇന്നും ഈ വാതിലുകൾ തുറക്കാതെ അടഞ്ഞു തന്നെ കിടപ്പാണ്. പിന്നീട് 1-2 വർഷങ്ങൾക്ക് ശേഷം താഴേക്കാട് മനയിലെ അന്തർജനത്തിന് സ്വപ്നദർശനമുണ്ടായതിൻ്റെ പേരിലാണ് വീണ്ടും ഈ ക്ഷേത്രം പുനർനിർമ്മിക്കപ്പെട്ടത്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ വിഗ്രഹം തന്നെയാണ്. 6 അടി പൊക്കത്തിലുള്ള വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് നിന്നുകൊണ്ടാണ് ഇവിടുത്തെ പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്തു വരുന്നത്. അതുപോലെ ഈ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറ്റമില്ല, ആന എഴുന്നള്ളിപ്പോ വെടിക്കെട്ടോ ഒന്നും തന്നെ ഇവിടെയില്ല. ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിനകത്തേക്ക് സന്യാസി ശ്രേഷ്ഠന്മാർക്കോ കാവ്യവസ്ത്രധാരികൾക്കോ പ്രവേശനമില്ല. അതിന് കാരണമായി പറയുന്നത് അഭിമന്യരെ കണ്ടുകഴിഞ്ഞാൽ ഭഗവാനെ അവരെ എഴുന്നേറ്റ് വണങ്ങണം എന്നുള്ളതിനാലാണ്. ക്ഷത്രിയർക്കും ഈ ക്ഷേത്രത്തിൽ പ്രവേശനമില്ല. ക്ഷത്രിയ വിരോധിയായ പരശുരാമന് ഇവിടെ പ്രതിഷ്ഠയുള്ളതിനാലാണ് ഇങ്ങനെയൊരു വിലക്ക്. പരശുരാമൻ ക്ഷത്രിയ വിരോധിയായതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട്. ജമദഗ്നി മുനിയുടെയും രേണുകാദേവിയുടെയും മകനായാണ് പരശുരാമൻ ജനിച്ചത്. ഒരിക്കൽ കാർത്തവീരാർജുനൻ എന്ന പ്രബലനായ രാജാവ് തൻ്റെ സൈനികരെയും കൂട്ടി നായാട്ടിനായി വനത്തിലെത്തുകയും തുടർന്ന് ജമദഗ്നി മുനിയുടെ ആശ്രമം സന്ദർശിക്കാൻ ഇടവരികയും ചെയ്തു. വിശന്നു വലഞ്ഞ് എത്തിയ രാജാവിനെയും സൈനികരെയും മുനി അതിവിശിഷ്ട ഭോജ്യങ്ങൾ നൽകി സൽക്കരിച്ചു. ഞൊടിയിടയ്ക്കുള്ളിൽ മുനി എങ്ങനെയാണ് ഇത്രയും രുചികരമായ വിഭവങ്ങൾ ഉണ്ടാക്കിയതെന്ന് അത്ഭുതപ്പെട്ട രാജാവിന് അതിൻ്റെ രഹസ്യം പിടികിട്ടി. തൻ്റെ യജമാനൻ്റെ എന്ത് ആഗ്രഹവും സാധിപ്പിച്ചു കൊടുക്കാൻ കഴിവുള്ള കാമധേനു എന്ന അതിവിശേഷപ്പെട്ട ഒരു പശു മുനിയുടെ പക്കലുണ്ടെന്ന് മനസ്സിലാക്കിയ രാജാവ് അതിനെ തനിക്ക് തരാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് വിസമ്മതിച്ച മുനി
രാജാവിനോട് ആശ്രമത്തിൽ നിന്ന് പുറത്തു പോകാൻ ആവശ്യപ്പെട്ടു. കുപിതനായ രാജാവ് ഉടൻ തന്നെ മുനിയെ വകവരുത്തി. തൻ്റെ പിതാവിൻ്റെ മരണവാർത്തയറിഞ്ഞെത്തിയ പരശുരാമൻ കോപാകുലനായി കൊട്ടാരത്തിലെത്തുകയും കാർത്തവീരാർജുനെ വധിക്കുകയും ചെയ്തു. എന്നിട്ടും കലിയടങ്ങാത്ത പരശുരാമൻ 21 തവണ ഭൂമിയെ വലം വെച്ച് ക്ഷത്രിയകുലത്തെ ഒന്നാകെ കൊന്നൊടുക്കി. ആ ക്ഷത്രിയ രക്തം കൊണ്ട് അദ്ദേഹം 5 കുളങ്ങൾ തീർക്കുകയും ക്ഷത്രിയരുടെ ഈ ചുടു രക്തം കൊണ്ട് തന്നെ തൻ്റെ പിതൃക്കൾക്ക് തർപ്പണം ചെയ്യുകയും ചെയ്തു. പിന്നീട് ഈ രക്തക്കുളങ്ങൾ പുണ്യതീർത്ഥങ്ങളായി മാറിയെന്നും അതാണ് പിന്നീട് സെമന്ത പഞ്ചകം എന്ന പേരിൽ അറിയപ്പെട്ടത്. പിൽക്കാലത്ത് ഇവിടെ വെച്ചാണ് മഹാഭാരത യുദ്ധം നടന്നത് എന്നാണ് പറയപ്പെടുന്നത്. പരശുരാമൻ ക്ഷത്രിയ വിരോധിയായതിൻ്റെ പിന്നിലുള്ള കഥ ഇതാണ്. ഈ ക്ഷേത്രത്തിൽ പരശുരാമനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ശ്രീകോവിലിന് നേരെ അഭിമുഖമായാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ക്ഷേത്രത്തിനകത്തേക്ക് ക്ഷത്രിയർക്കോ രാജകീയ ചിഹ്നം ധരിച്ചെത്തിയവർക്കോ പ്രവേശനം അനുവദിക്കാത്തത്. പരശുരാമ പ്രതിഷ്ഠയ്ക്ക് പുറമെ ഇവിടെ ശാസ്താവ്, കന്യാഭഗവതി, ഭൂതത്താർ എന്നീ ഉപദേവതമാർക്കും പ്രതിഷ്ഠയുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഇവിടത്തെ ശ്രീകോവിലിൻ്റെ നിർമ്മിതിയാണ്. വാസ്തുശില്പ ചാതുര്യം ഏറെ വെളിവാക്കുന്നതാണ് 2 നിലകളോടുകൂടിയ ഇവിടത്തെ ശ്രീകോവിലിൻ്റെ നിർമ്മിതി. ഗജപൃഷ്ഠ ആകൃതിയിലാണ്, അതായത് ആനയുടെ പിൻഭാഗത്തിൻ്റെ ആകൃതിയിലാണ് ഇവിടത്തെ ശ്രീകോവിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഗജപൃഷ്ഠ മാതൃകയിൽ നിർമ്മിച്ച അപൂർവം ചില ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ ക്ഷേത്രം. ധാരാളം ദാരുശില്പങ്ങളും വ്യാളീരൂപങ്ങളും ഈ ശ്രീകോവിലിൻ്റെ മനോഹാരിതയ്ക്ക് മാറ്റുകൂട്ടുന്നു. ഇവിടത്തെ ചുറ്റുവിളക്കിനുമുണ്ട് എടുത്തു പറയത്തക്ക ഒരു പ്രത്യേകത. സാധാരണ ക്ഷേത്രങ്ങളിൽ കുഞ്ഞു ചിരാതുകളാണ് ചുറ്റുവിളക്കിനായി ഉപയോഗിക്കാറുള്ളത്. എന്നാൽ ഇവിടെ 500ഓളം തൂക്കുവിളക്കുകളാണ് ഇതിനായി ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടത്തെ കായ്ക്കാത്ത ഇലഞ്ഞിമരം. ക്ഷേത്ര കാവൽക്കാരനായ ഭൂതത്താറിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഈ ഇലഞ്ഞിമരത്തറയിലാണ്. പയ്യന്നൂർ പെരുമാൾക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുക്കുന്നത് ഈ ഭൂതത്താറാണെന്നാണ് വിശ്വാസം. തപസ്സിലേർപ്പെട്ടിരിക്കുന്ന ഭഗവാന്റെ ശിരസിൽ ഇലഞ്ഞിക്കായ്കൾ വീണ് അദ്ദേഹത്തിൻ്റെ തപസ്സിന് ഭംഗം വരാതിരിക്കാനാണത്രേ ഈ ഇലഞ്ഞിമരം കായ്ക്കാത്തത്. എന്നാൽ വർഷത്തിൽ 12 മാസവും ഈ ഇലഞ്ഞിമരം പൂത്തുലഞ്ഞു നിൽക്കാറുണ്ട്. തൻ്റെ സുഗന്ധം പൊഴിക്കുന്ന പൂക്കൾ ഭഗവത് വിഗ്രഹത്തിൽ അർപ്പിച്ച് പൂജിക്കുന്ന പുണ്യകർമ്മം നിത്യേന ഈ മരം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിവിശാലമായ ധാരാളം മീനുകൾ നിറഞ്ഞ ഇവിടത്തെ ക്ഷേത്രക്കുളവും എടുത്തു പറയത്തക്ക ഒരു പ്രത്യേകതയാണ്. ഭക്തരുടെ കാൽപെരുമാറ്റം കേൾക്കുമ്പോൾ തന്നെ മീനുകൾ കൂട്ടത്തോടെ തീറ്റയ്ക്കു വേണ്ടി കൽപ്പടവിന് സമീപം വരുന്ന കാഴ്ച ഏറെ കൗതുകമുളവാക്കുന്നതാണ്. ഇവിടെ എത്തുന്ന ഭക്തരിൽ ഭൂരിഭാഗം പേരും മുതിർന്നവരായാലും കുട്ടികളായാലും മീനുകൾക്ക് തീറ്റ നൽകി അല്പനേരം ഈ കുളക്കടവിൽ ചെലവഴിക്കാൻ ശ്രമിക്കാറുണ്ട്. താക്കോൽ ദ്വാരത്തിൻ്റെ ആകൃതിയിലുള്ള വാലൻകുളവും ഈ ക്ഷേത്രത്തിനകത്ത് നമുക്ക് കാണാം. 12 അടി ഉയരത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ചുറ്റുമതിൽ ഈ ക്ഷേത്രത്തിൻ്റെ പ്രൗഢി വെളിവാക്കുന്നതാണ്. മതമൈത്രിക്കും ഏറെ പേരുകേട്ടതാണ് പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഇവിടുത്തെ തൃപ്പുത്തരി ദിവസം ഇവിടുത്തെ പ്രശസ്തമായ മുസ്ലിം തറവാടായ കേളോത്ത് തറവാടിൽ നിന്നും അവിടുത്തെ മുസ്ലിം കാരണവരും കുടുംബാംഗങ്ങളും അന്നേ ദിവസം ഈ ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ച് ഇവിടുത്തെ കൂറ്റൻ ബലിക്കല്ലിന് സമീപം പഞ്ചസാര കലം ഭഗവാന് സമർപ്പിക്കുന്നു. ആ പഞ്ചസാര ഉപയോഗിച്ചാണ് അന്നേ ദിവസം ഭഗവാന് നൈവേദ്യം ഉണ്ടാക്കുന്നത്. ക്ഷേത്ര പുനർനിർമ്മാണ സമയത്ത് ഈ മുസ്ലിം തറവാട്ടിൽ നിന്നും ധനസഹായം നൽകിയതിൻ്റെ നന്ദി സൂചകമായാണ് ഈ ചടങ്ങ് ഇന്നും തുടർന്നു പോരുന്നത്. മതങ്ങൾക്കുമപ്പുറം മനുഷ്യരെല്ലാം ഒന്നാണ് എന്ന മഹത് സന്ദേശമാണ് ഈ ചടങ്ങിലൂടെ പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം സമൂഹത്തിന് പ്രദാനം ചെയ്യുന്നത്. പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ജ്യോതിഷാധിപതിയായ സുബ്രഹ്മണ്യ സ്വാമിയാണ്. അതുകൊണ്ട് തന്നെ ജ്യോതിഷവും ഈ ക്ഷേത്രവുമായി പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുകൊണ്ട് തന്നെയാകണം പ്രമുഖരായ പല ജ്യോതിഷികളും ഈ ക്ഷേത്രത്തിനും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലുമായി താമസിച്ചു വരുന്നത്.
പയ്യന്നൂർ പെരുമാളിൻ്റെ അകമഴിഞ്ഞ അനുഗ്രഹവും സാന്നിധ്യവും ഒന്നുകൊണ്ടാകാം ജ്യോതിഷത്തിന് പയ്യന്നൂർ ഇത്രയേറെ പ്രസിദ്ധമായത്. എന്നാൽ ഈ ജ്യോതിഷം 100% ഫലിക്കാറില്ല. അതിനു പിന്നിൽ ഒരു കഥയുണ്ട്. ഒരിക്കൽ കൈലാസത്തിൽ വെച്ച് സുബ്രഹ്മണ്യസ്വാമി ഒരു പലകയിൽ രാശിചക്രമൊക്കെ വരച്ച് കബഡിയൊക്കെ നിരത്തിയിരിക്കുന്നു കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവായ മഹാദേവൻ അതെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ മകൻ പറഞ്ഞു, അച്ഛാ, ഞാനൊരു ശാസ്ത്രം രചിച്ചിട്ടുണ്ട്. ഇതുപയോഗിച്ച് മനുഷ്യരുടെയും ദേവന്മാരുടെയും ഒക്കെ ഭൂതം ഭാവി വർത്തമാനങ്ങളൊക്കെ പ്രവചിക്കാൻ സാധിക്കും. ഇത് കേട്ട് മഹാദേവൻ വളരെ അത്ഭുതത്തോടെ എന്നാൽ ആദ്യം തന്നെ തൻ്റെ ഭാവി ഒന്ന് പ്രവചിക്കാൻ മകനോട് ആവശ്യപ്പെട്ടു. അച്ഛൻ തന്നെ കളിയാക്കിയാണ് ഇത് ആവശ്യപ്പെട്ടതെന്ന് മനസ്സിലായ മകൻ ഒട്ടും ഗൗരവം വിടാതെ തന്നെ കബഡിയൊക്കെ എടുത്ത് പ്രാണമന്ത്രമൊക്കെ ചൊല്ലി ശക്തിപ്പെടുത്തി തൻ്റെ പിതാവിൻ്റെ ഭാവി ഗണിച്ച് പ്രവചിക്കാൻ തുടങ്ങി. അതായത് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞാൽ തൻ്റെ പിതാവിന് ശനിയുടെ അപഹാരകാലമാണെന്നും മാത്രമല്ല അന്ന് ഒരു പാമ്പ് തൻ്റെ പിതാവിനെ വിഴുങ്ങാനായി ഓടിക്കുമെന്നും മകൻ പ്രവചിച്ചു. ഇത് കേട്ട് ഉഗ്രസർപ്പങ്ങളെ തന്നെ ആഭരണമായി അണിയാറുള്ള മഹാദേവൻ ഒന്ന് പുഞ്ചിരിച്ചു. കാലം കുറേ കടന്നുപോയി. ഈ പ്രവചനത്തിൻ്റെ കാര്യം പോലും എല്ലാവരും മറന്ന മട്ടായി. അങ്ങനെയിരിക്കെ ഒരിക്കൽ കൈലാസത്തിൽ അതിശക്തമായ ഒരു മഴ പെയ്യാൻ ആരംഭിച്ചു. മഴവെള്ളമൊക്കെ ഇങ്ങനെ തിമിർത്ത് പെയ്യുന്നത് കണ്ടപ്പോൾ മഹാദേവന് ഒരു ആഗ്രഹം, വെള്ളത്തിലൊക്കെ ഒന്ന് നീന്തി കളിക്കണമെന്ന്. ഉടൻ തന്നെ ഭഗവാൻ ഒരു തവളയുടെ രൂപം കൊണ്ട് വെള്ളത്തിലൊക്കെ നീന്തി കളിക്കാൻ തുടങ്ങി. പെട്ടെന്ന് പിറകിൽ നിന്നൊരു സീൽക്കാര ശബ്ദം. ഒരു പാമ്പ് വായ പിളർത്തി തൻ്റെ ഇരയായ തവളയെ വിഴുങ്ങാനായി ഓടിയടുത്തു വരുന്നു. പെട്ടെന്ന് പ്രാണരക്ഷാർത്ഥം തവള അടുത്ത് കണ്ട ഒരു പൊത്തിലേക്ക് പാഞ്ഞു കയറി. പഠിച്ച പണി 18 നോക്കിയിട്ടും പാമ്പിന് തൻ്റെ തല പൊത്തിനകത്ത് കടത്താൻ പറ്റിയില്ല. അങ്ങനെ പാമ്പിൽ നിന്നും ജീവൻ തിരിച്ചു കിട്ടിയ ഭഗവാൻ ഉടൻ തന്നെ പൊത്തിൽ നിന്നും പുറത്തു ചാടി തൻ്റെ സ്വരൂപം വീണ്ടെടുത്തു. പെട്ടെന്ന് ഭഗവാന് മുമ്പ് തൻ്റെ മകൻ ഗണിച്ച് പ്രവചിച്ച കാര്യം ഓർമ്മ വന്നു. അങ്ങനെയാണ് ശനി ശിവനെയും വിടില്ല എന്ന് ചൊല്ല് തന്നെ ഉണ്ടായത്. ത്രികാലജ്ഞാനിയായിട്ട് പോലും ഭഗവാന് തനിക്ക് സംഭവിച്ച ആപത്തിന് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല. ഉടൻ തന്നെ ഭഗവാൻ തൻ്റെ മകനെ അടുത്ത് വിളിച്ച് അവനെ ഗാഢമായി ആശ്ലേഷിച്ചുകൊണ്ട് പറഞ്ഞു, മകനെ, നീ കണ്ടുപിടിച്ച ശാസ്ത്രം 100% കൃത്യമാണ്. പക്ഷേ കാലക്രമേണ ഈ ശാസ്ത്രം മനുഷ്യരുടെ കയ്യിലെത്തിപ്പെട്ടാൽ അവർ അധാർമിക പ്രവർത്തനങ്ങളിലൂടെ ഈ ശാസ്ത്രത്തെ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ശാസ്ത്രം ഒട്ടു ഒക്കാതെയും പോകട്ടെ എന്ന് ശപിച്ചു. അതായത് ജ്യോതിഷം 100% ഫലിക്കാതെ പോകട്ടെ എന്ന് ശപിച്ചു. അതാണ് ജ്യോതിഷം 100% ഫലിക്കാറില്ല എന്ന് പറയുന്നതിൻ്റെ പൊരുൾ. എന്നിരുന്നാലും പയ്യന്നൂരിലെ ജ്യോതിഷികളെ തേടി സമസ്ത മേഖലകളിലെയും സിനിമ, രാഷ്ട്രീയം, ബിസിനസ് തുടങ്ങി സകല മേഖലകളെയും പല പ്രമുഖരും ജ്യോതിഷികളെ തേടി പയ്യന്നൂരിൽ എത്താറുണ്ട്. ഇന്ത്യക്ക് അകത്തും പുറത്തും ഏറെ പ്രസിദ്ധമാണ് പയ്യന്നൂർ ജ്യോതിഷം. സൂര്യസ്തുതി എന്ന സംസ്കൃത കാവ്യത്തിൻ്റെ കർത്താവായ പോത്തേര രാമൻ എഴുത്തച്ഛൻ, കാരയിൽ കടമ്പത്ത് കുഞ്ഞമ്പു എഴുത്തച്ഛൻ, പോത്തേര കൃഷ്ണൻ നമ്പ്യാർ, ഗണിതപ്രകാശിക കർത്താവായ KVA രാമപൊതുവാൾ, കരിപ്പത്ത് കമ്മാരൻ എഴുത്തച്ഛൻ, കുന്നത്തുമന സുബ്രഹ്മണ്യൻ തിരുമുമ്പ്, കാമ്പ്രത്ത് എഴുത്തച്ഛൻ, ഉത്തമന്തിൽ എഴുത്തച്ഛന്മാർ, ഗണിത ജ്യോതിഷ ചക്രവർത്തി ശ്രീ VPK പൊതുവാൾ, കല്ലിടിൽ എഴുത്തച്ഛന്മാർ, അച്ചംവീട്ടിൽ നാരായണ പൊതുവാൾ, പോത്തേര നാരായണ നമ്പ്യാർ, CP കുഞ്ഞിരാമൻ എഴുത്തച്ഛൻ തുടങ്ങിയവർ പയ്യന്നൂരിലെ പ്രമുഖ ജ്യോതിഷികളായിരുന്നു. പയ്യന്നൂരിലെ പ്രമുഖ ജ്യോതിഷ പഠന കേന്ദ്രമാണ് ജ്യോതിസദനം. ഗണിത ജ്യോതിഷ ചക്രവർത്തി ജ്യോതിർഭൂഷണം പണ്ഡിറ്റ് ശ്രീ VPK പൊതുവാൾ താൻ ആർജിച്ച അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായി ഗുരുകുല സമ്പ്രദായത്തിലാണ് ജ്യോതിസദനം ആരംഭിച്ചത്. കേവലം 25 വയസ്സ് പ്രായമുള്ളപ്പോൾ ജ്യോതിർഭൂഷണം ബഹുമതി കരസ്ഥമാക്കിയ പൊതുവാളിനെ ഭാരത സർക്കാർ പണ്ഡിറ്റ് എന്ന ബഹുമതി നൽകി ആദരിക്കുകയും ഭാരതത്തിന് പൊതുവായും കേരളത്തിന് പ്രത്യേകമായും പഞ്ചാംഗം നിർമ്മിക്കാൻ അധികാരപ്പെടുത്തുകയും ചെയ്തു. ജ്യോതിശാസ്ത്രത്തിലെ പരമോന്നത ബഹുമതിയായ ഗണിത ജ്യോതിഷ ചക്രവർത്തി പട്ടം 1981 കാഞ്ചി കാമക്കോടി പീഠം ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ പൊതുവാളിനെ ചാർത്തിക്കൊടുത്തു.
1985 ഗുരുവായൂർ ദേവസ്വം ജ്യോതിഷ തിലകം എന്ന ബഹുമതി നൽകി ആദരിക്കുകയും ശൃംഗേരി മഠാധിപതി ജ്ഞാനമുദ്ര പൊതുവാളിനെ അണിയിക്കുകയും ചെയ്തു. ഇന്നും ഇദ്ദേഹത്തിൻ്റെ പിൻതലമുറക്കാർ ഇവിടെ വെച്ച് ജ്യോതിഷ കുതുകികൾക്ക് അറിവുകൾ കൈമാറി പയ്യന്നൂർ ജ്യോതിഷത്തിൻ്റെ പാരമ്പര്യം ഒട്ടും ചോരാതെ തന്നെ നിലനിർത്തിപ്പോരുന്നു. ജ്യോതിഷ സംബന്ധിയായ നിരവധി താളിയോലകളും ഗ്രന്ഥശേഖരങ്ങളും ജ്യോതിസദനത്തിൽ ഇന്നും ലഭ്യമാണ്. പയ്യന്നൂരിന് മാത്രം അവകാശപ്പെടാവുന്ന മറ്റൊരു സവിശേഷതയാണ് പയ്യന്നൂർ പവിത്രമോതിരം. ഈ പവിത്രമോതിരത്തിൻ്റെ ഉത്ഭവവും പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. 17-ാം നൂറ്റാണ്ടിൽ ടിപ്പു നടത്തിയ പടയോട്ടത്തിൽ ഈ ക്ഷേത്രം പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു. പിന്നീട് പുനഃപ്രതിഷ്ഠയ്ക്കായി ക്ഷേത്ര ഭാരവാഹികൾ തരണനെല്ലൂർ തന്ത്രികളെ തേടി അദ്ദേഹത്തിൻ്റെ ഇരിങ്ങാലക്കുടയിലെ മനയിലെത്തി. എന്നാൽ അന്ന് തന്ത്രി സ്ഥലത്തുണ്ടായിരുന്നില്ല. മാത്രമല്ല, താന്ത്രിക കർമ്മങ്ങളൊക്കെ വശമുള്ള പ്രായപൂർത്തിയായ പുരുഷന്മാർ ആരും തന്നെ അന്ന് മനയിലുണ്ടായിരുന്നില്ല. ക്ഷേത്ര ഭാരവാഹികൾ വളരെ നിരാശയോടെയാണ് പയ്യന്നൂരിലേക്ക് മടങ്ങിയത്. എന്നാൽ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ പുനഃപ്രതിഷ്ഠാ ദിവസം ഒരു തേജസ്വിയായ ബ്രാഹ്മണ ബാലൻ താൻ തരണനെല്ലൂർ മനയിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞ് കൃത്യസമയത്ത് തന്നെ അമ്പലത്തിൽ എത്തിച്ചേരുകയും താന്ത്രിക കർമ്മങ്ങളൊക്കെ ഏറെ പരിചയസമ്പന്നനെ പോലെ നിർവഹിക്കുകയും ചെയ്തു. അന്ന് ഈ ബാലൻ ഒരു മയിൽപ്പുറത്തേറിയാണ് പയ്യന്നൂരിൽ എത്തിയതെന്നാണ് പറയപ്പെടുന്നത്. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് ദർഭപ്പുല്ലുപയോഗിച്ച് പവിത്രക്കെട്ടുണ്ടാക്കി മോതിരവിരലിൽ അണിഞ്ഞതിന് ശേഷമേ ഹോമം പോലുള്ള പുണ്യകർമ്മങ്ങൾ ചെയ്യാവൂ എന്നാണ് ശാസ്ത്രം. ദിവസം 3 നേരം ദർഭ ഉപയോഗിച്ചുള്ള മോതിരം വിരലിൽ അണിയാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് ഒഴിവാക്കാനും മാത്രമല്ല, കർമ്മശേഷം ഈ മോതിരം ഭൂമിയിൽ നിക്ഷേപിച്ചാൽ ഭൂമിദേവി കോപിക്കുമെന്നുള്ള വിശ്വാസവും കാരണം ഈ മോതിരം സ്വർണത്തിൽ നിർമ്മിക്കാനുള്ള ആശയം ഈ ബാലൻ്റെ മനസ്സിലുദിച്ചു. അങ്ങനെ ചൊവ്വാട്ട് വളപ്പിലെ കേരളൻ പെരുന്തട്ടാനെ വിളിപ്പിച്ച് മോതിരം നിർമ്മിക്കാനുള്ള വിദ്യ ബാലൻ അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെയാണ് ആദ്യത്തെ പവിത്ര മോതിരം സ്വർണത്തിൽ നിർമ്മിച്ചത്. ലോകസ്രഷ്ടാവായ വിശ്വകർമാവിൻ്റെ പിന്മുറക്കാർ എന്ന് വിശ്വസിക്കുന്ന വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ട ചൊവ്വാട്ടുവളപ്പിൽ സ്വർണ്ണത്തൊഴിലാളി കുടുംബങ്ങളാണ് പവിത്ര മോതിരത്തിൻ്റെ ആദ്യ ശില്പികൾ. കടുത്ത വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി മാത്രമേ ഈ മോതിരം നിർമ്മിക്കാവൂ. അണിയുന്ന ആളിൻ്റെ പേരും നാളും മോതിരവിരലിൻ്റെ അളവും നോക്കിയാണ് മോതിരം പണിയുന്നത്. അതിനുശേഷം അണിയുന്ന ആളുടെ പേരിൽ സുബ്രഹ്മണ്യ സ്വാമിക്ക് പവിത്ര പൂജ നടത്തി മോതിരം നിർമ്മിക്കാൻ ആവശ്യമായ ചിലവിൻ്റെ ഒരു ഭാഗം ഭഗവാന് സമർപ്പിക്കുന്നു. ഇങ്ങനെയാണ് മോതിരത്തിന് ദൈവികത ഉണ്ടാകുന്നത് എന്നാണ് വിശ്വാസം. പവിത്ര പൂജ പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ മാത്രമാണ് ചെയ്തു വരുന്നത്. പിതൃതർപ്പണം പോലുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഈ മോതിരം അണിഞ്ഞാൽ സർവ്വ പാപങ്ങളും നശിക്കുമെന്നാണ് വിശ്വാസം. ബ്രഹ്മഹത്യാ പാപം പോലും നശിക്കാൻ ഈ മോതിരം വിരലിൽ അണിയുന്നത് അത്യുത്തമമാണ്. പവിത്രക്കെട്ടിന് മുകളിലെ 3 മുത്തുകൾ ത്രിമൂർത്തികളെയാണ് പ്രതിനിധീകരിക്കുന്നത്. 7 മുത്തുകൾ സപ്തർഷികളെയും 4 മുത്തുകൾ 4 വേദങ്ങളെയുമാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ത്രിമൂർത്തി സാന്നിധ്യം ഉള്ളതുകൊണ്ട് തന്നെ ഈ മോതിരം ഏറെ പവിത്രമാണ്. വലതു കൈയുടെ മോതിരവിരലിലാണ് പവിത്ര മോതിരം ധരിക്കേണ്ടത്. അതിന് യോഗശാസ്ത്രപരമായ ചില കാരണങ്ങളുണ്ട്. തർപ്പണം, യാഗം, പൂജ തുടങ്ങിയ കർമ്മങ്ങളിൽ സൂര്യമണ്ഡലത്തിനാണ് പ്രാധാന്യം. വലതു കൈ സൂര്യമണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്നു. പവിത്രം ധരിക്കുന്നതോടെ വലതു കൈ പരിശുദ്ധമാവുകയും പ്രസ്തുത കർമ്മങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമാവുകയും ചെയ്യും. 7 തരത്തിലുള്ള തൂക്കത്തിലാണ് പവിത്ര മോതിരം ഉണ്ടാക്കി വരുന്നത്. അതിൽ തികഞ്ഞ പവിത്രം എന്ന് പറയുന്നതിന് 39 ഗ്രാം 500 മില്ലിഗ്രാം തൂക്കമുണ്ടാകും. മറ്റുള്ളവയ്ക്ക് മുക്കാൽ പവിത്രം 28.9 ഗ്രാമും അരപ്പവിത്രം 19.75 ഗ്രാമും കാലെ അരക്കാൽ പവിത്രം 14.45 ഗ്രാമും കാൽ പവിത്രം 9.65 ഗ്രാമും തൂക്കമുണ്ടാകും. പവിത്രമോതിരം ഭൗതികമായ ശ്രേയസ്സിനും ആത്മീയമായ വികാസത്തിനും ഒരുപോലെ ഫലപ്രദമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. മോതിരം ധരിക്കുക വഴി ഒരു അലങ്കാര വസ്തു ധരിക്കുക എന്നതിലുപരി പല ആന്തരിക ശുദ്ധീകരണ പ്രക്രിയകളും സംഭവിച്ച് ശരീരവും മനസ്സും ആരോഗ്യപ്രദമായി തീർന്ന് ആത്മീയ ഗുണവും മനഃശാന്തിയും കൈവരുമെന്നാണ് കരുതപ്പെടുന്നത്. ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ ശുദ്ധീകരിക്കുന്നു എന്നതാണ് പവിത്ര മോതിരത്തിൻ്റെ സവിശേഷത. ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൽ ദൈവങ്ങളെ സൃഷ്ടിക്കുന്ന ശില്പികളുടെ ഒരു ഗ്രാമമുണ്ട്.
ദൈവിക വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്ന ശില്പികളുടെ സ്വന്തം നാട് കുഞ്ഞിമംഗലം. ഏതാണ്ട് 1000 വർഷത്തെ പഴക്കമുണ്ട് ഇവരുടെ വിഗ്രഹ നിർമ്മാണത്തിന്. ചിറക്കൽ രാജാവിൻ്റെ ക്ഷണപ്രകാരം ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി നീലേശ്വരത്തു നിന്നും ഇവിടേക്ക് എത്തിയ വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ട മൂശാരിമാർ എന്ന പരമ്പരാഗത ശില്പനിർമ്മാതാക്കളാണ് ഇവിടത്തെ ഈ വിഗ്രഹ നിർമ്മാതാക്കൾ. ക്ഷേത്രങ്ങൾക്ക് വേണ്ടിയുള്ള വിഗ്രഹങ്ങൾ, വിളക്കുകൾ, ക്രിസ്തീയ ആരാധനാലയങ്ങൾക്ക് വേണ്ടിയുള്ള വലിയ മണികൾ, മുസ്ലിം പള്ളികളുടെ മിനാരങ്ങൾ, ബുദ്ധമതക്കാരുടെ ബുദ്ധവിഗ്രഹം, ജൈനമതക്കാരുടെ തീർത്ഥങ്കരന്മാർ തുടങ്ങി എല്ലാ മതവിഭാഗക്കാർക്കു വേണ്ടിയും ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും പഞ്ചലോഹം, വെങ്കലം, ഓട്, പിച്ചള എന്നിവയിൽ ഇവിടെ നിന്നും വിഗ്രഹം നിർമ്മിച്ചു കൊടുക്കുന്നു. പൂർവികർ തലമുറകളായി കൈമാറി വന്ന അതുല്യമായ കരവിരുതാണ് ശില്പനിർമ്മാണം. ക്ഷമയും ഏകാഗ്രതയും ആവശ്യം വേണ്ടുന്ന ഒരു ജോലിയാണിത്. വിഗ്രഹ നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഇങ്ങനെയാണ്. ആദ്യമായി നിർമ്മിക്കാൻ ആവശ്യമായ വിഗ്രഹത്തിൻ്റെ രൂപം മെഴുകിൽ നിർമ്മിക്കുന്നു. ഇതിനുവേണ്ടി തേനീച്ചയുടെ മെഴുകും കറുപ്പു നിറത്തിനു വേണ്ടി കരിയും പൊടിച്ച് ഉരുക്കിയെടുത്ത് അരിച്ച് നേർത്ത ലായനിയാക്കി എടുക്കുന്നു. പിന്നീട് ഈ മെഴുക് ലായനി തണുത്തതിന് ശേഷം ഇതിലാണ് രൂപങ്ങൾ ഉണ്ടാക്കുന്നത്. വിഗ്രഹത്തിന് നാം മനസ്സിൽ കണ്ട അതേ രൂപം തന്നെയാണ് എന്ന് ഉറപ്പാക്കിയതിനു ശേഷം ഇതിൻ്റെ മുകളിൽ മണ്ണും ചാണകവും ഒക്കെ ചേർന്ന ഒരു മിശ്രിതം തേച്ചു പിടിപ്പിക്കുന്നു. പിന്നീട് ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും മണ്ണിൻ്റെ ഒരു മിശ്രിതക്കൂട്ട് തേച്ചു പിടിപ്പിക്കുന്നു. അങ്ങനെ 4ഓളം മണ്ണിൻ്റെ കൂട്ടുകൾ തേച്ചു പിടിപ്പിച്ച് ഉണക്കിയെടുത്ത് ഇതിനെ ബലപ്പെടുത്തുന്നു. ഇതിനെ കരു എന്നാണ് വിളിക്കുന്നത്. ഈ കരു ചൂടാക്കി അതിലെ വാക്സ് മുഴുവൻ ഒരു സുഷിരം വഴി ഉരുക്കി പുറത്തു കളയുന്നു. ഇതിനെ ലോസ്റ്റ് വാക്സ് കാസ്റ്റിംഗ് മെത്തേഡ് എന്നാണ് പറയുന്നത്. മെഴുക് മുഴുവനായി ഉരുക്കി സുഷിരം വഴി ചോർത്തി കളഞ്ഞതിലേക്കാണ് പിന്നീട് ലോഹം ഉരുക്കി ഒഴിക്കുന്നത്. പഞ്ചലോഹ വിഗ്രഹമാണെങ്കിൽ സ്വർണം, വെള്ളി, ചെമ്പ്, പിച്ചള, സ്വൽപ്പം ഇരുമ്പ് എന്നീ ലോഹങ്ങൾ മൂശയിൽ വെള്ളം പോലെ ഉരുക്കി നേരത്തെ വാക്സ് ചോർത്തിക്കളഞ്ഞ സുഷിരത്തിലൂടെ ഒഴിക്കുന്നു. പിന്നീട് തണുത്തതിനു ശേഷം പുറത്തുള്ള ഈ മണ്ണിൻ്റെ മിശ്രിതം ഒന്നൊന്നായി പൊട്ടിച്ചു കളഞ്ഞ് വിഗ്രഹത്തിനെ അരം കൊണ്ട് രാഗി മിനുക്കിയെടുക്കുന്നു. പിന്നീട് ലോഹത്തിൻ്റെ സ്വാഭാവിക നിറം കിട്ടാനായി അതിനെ പോളിഷ് ചെയ്ത് എടുക്കുന്നു. ഇതാണ് വിഗ്രഹ നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ. കുഞ്ഞിമംഗലത്തെ മൂശയിൽ വാർത്തെടുക്കുന്ന ശില്പങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. ഇവിടത്തെ പഴമയിൽ വാർത്തെടുത്ത ലക്ഷ്മി വിളക്കും ഏറെ പ്രസിദ്ധമാണ്. ലക്ഷ്മി വിളക്ക് വീടുകളിൽ കത്തിച്ചു വയ്ക്കുന്നത് ഐശ്വര്യദായകമാണ് എന്നാണ് വിശ്വാസം. ഇന്ത്യൻ പാർലമെൻറ്റിലെ AKGയുടെ പൂർണ്ണകായ പ്രതിമ, അതുപോലെ ഏഴിമല നേവൽ അക്കാദമിയിലെ കുഞ്ഞാലി മരക്കാരുടെ ശില്പം തുടങ്ങിയവ കുഞ്ഞിമംഗലത്തെ പ്രശസ്ത ശില്പി നാരായണൻ മാസ്റ്ററുടെ കരവിരുതുകളാണ്. ഇദ്ദേഹത്തിൻ്റെ പുത്രനായ ചിത്രൻ കുഞ്ഞിമംഗലവും ഇവിടത്തെ അറിയപ്പെടുന്ന ഒരു ശില്പിയാണ്. ഇന്ത്യക്ക് പുറത്ത് അബുദാബിയിൽ ആദ്യ ഗാന്ധി ശില്പം തയ്യാറാക്കിയതിൻ്റെ അപൂർവ നേട്ടം ചിത്രൻ കുഞ്ഞിമംഗലത്തിന് അവകാശപ്പെട്ടതാണ്. പെരിയാർ കേന്ദ്ര സർവകലാശാലയിലെ 12 അടി ഉയരമുള്ള സ്വാമി വിവേകാനന്ദൻ്റെ പ്രതിമയും പയ്യന്നൂർ ആനന്ദാശ്രമത്തിലെ നാരായണഗുരുവിൻ്റെ വെങ്കല പ്രതിമയും അതുപോലെ VK കൃഷ്ണമേനോൻ, പഴശ്ശിരാജ, EMS തുടങ്ങി നിരവധി ശില്പങ്ങൾ ചിത്രൻ ഇതിനോടകം പൂർത്തിയാക്കി കഴിഞ്ഞു. ഇന്ന് അന്യം നിന്നുപോകുന്ന മറ്റൊരു കുലത്തൊഴിലാണ് കളിമൺ പാത്ര നിർമ്മാണം. കളിമണ്ണ് കുഴച്ചെടുത്ത് കൈവഴക്കവും കരവിരുതവും ചേർത്താണ് പാത്രങ്ങൾ മെനഞ്ഞെടുക്കുന്നത്. പിന്നീട് ഇത് ചൂളയിൽ ചുട്ടെടുത്താണ് ഇതിന് മിനുസവും ഉറപ്പും ബലവും നൽകുന്നത്. എന്നാൽ ഇന്ന് ഈ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. ഇതിനോടകം ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ കുഞ്ഞിമംഗലത്തെ മറ്റൊരു കലാകാരനാണ് ഗണേഷ് കുമാർ കുഞ്ഞിമംഗലം. ചെറുപ്രായത്തിൽ തന്നെ മസ്കുലർ ഡിസ്ട്രോഫി ബാധിച്ച് ചലന സ്വാതന്ത്ര്യം പരിമിതമാക്കപ്പെട്ട ഗണേഷ് കുമാർ
വായ കൊണ്ട് ബ്രഷ് കടിച്ചു പിടിച്ചാണ് ചിത്രം വരയ്ക്കുന്നത്. 3000-ലേറെ ചിത്രങ്ങൾ ഇതിനകം വരച്ചു തീർത്ത ഗണേഷ് കുമാർ നിരവധി വിദേശ രാജ്യങ്ങളിൽ തൻ്റെ ചിത്രപ്രദർശനവും നടത്തിയിട്ടുണ്ട്. ആഗോള സംഘടനയായ മൗത്ത് ആൻഡ് ഫുഡ് പെയിൻറ്റേഴ്സ് അസോസിയേഷനിലെ കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ അംഗമാണ് ഗണേഷ്. അനൗപചാരിക വിദ്യാഭ്യാസം ലഭിച്ച ഗണേഷ് കുമാർ മലയാള സാഹിത്യത്തിൽ ബിരുദധാരി കൂടിയാണ്. സമാന രീതിയിൽ വായ കൊണ്ട് ചിത്രം വരയ്ക്കുന്ന പ്രശസ്ത ചിത്രകാരി സുനിത തൃപ്പാണിക്കര സഹോദരിയാണ്. തൻ്റെ ശാരീരിക പരിമിതികളെ മാറ്റിവെച്ച് വർണ്ണങ്ങളുടെ ലോകത്ത് മായാപ്രപഞ്ചം തീർക്കുന്ന ഗണേഷ് കുമാർ നല്ലൊരു മോട്ടിവേഷൻ സ്പീക്കർ കൂടിയാണ്. മഹാശിലായുഗത്തിൻ്റെ അവശേഷിപ്പായ കുടക്കല്ലും നമുക്ക് കുഞ്ഞിമംഗലത്ത് കാണാൻ സാധിക്കും. പക്ഷേ ഈ നാട്ടുകാർ ഇതിനെ അടുപ്പുകൂട്ടിപ്പാറ എന്നാണ് വിളിച്ചു പോരുന്നത്. പ്രാചീന ശിലായുഗ കാലത്ത് മനുഷ്യരുടെ മൃതദേഹങ്ങൾ സൂക്ഷിക്കാൻ നിർമ്മിച്ചവയാണ് ഇവയെന്നാണ് കരുതപ്പെടുന്നത്. വലിയ കുഴികളിൽ നന്നങ്ങാടി അഥവാ വലിയ മൺഭരണികളിൽ മൃതദേഹം അടക്കം ചെയ്തതിനു ശേഷം അതിനു മുകളിൽ 3-4 വെട്ടുകല്ലുകൾ ചെരിച്ചു വെച്ച് അതിനു മുകളിൽ ഓലക്കുടയുടെ ആകൃതിയിലുള്ള ഒരു വലിയ കല്ല് നാട്ടുന്നു. കുടയുടെ ആകൃതിയിലുള്ളതുകൊണ്ടാണ് ഇതിനെ കുടക്കല്ല് എന്ന് വിളിക്കുന്നത്. ഏതാണ്ട് 4000 വർഷത്തിൻ്റെ പഴക്കമാണ് ഈ കുടക്കല്ലുകൾക്കുണ്ടെന്ന് പുരാവസ്തു ഗവേഷകർ അനുമാനിക്കുന്നത്. കേരളത്തിൽ മാത്രമാണ് ഈ കുടക്കല്ലുകൾ കാണപ്പെടുന്നത്. കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിൽ കുടക്കല്ല് പറമ്പ് എന്ന സ്ഥലത്ത് ഏതാണ്ട് 69ഓളം കുടക്കല്ലുകൾ ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട്. ഏതാണ്ട് 4000 വർഷത്തോളം പഴക്കമുണ്ട് ഈ കുടക്കല്ലുകൾക്ക് എന്നാണ് പുരാവസ്തു ഗവേഷകർ അനുമാനിക്കുന്നത്. ഈജിപ്തിലെ പിരമിഡും ഇംഗ്ലണ്ടിലെ സ്റ്റോൺഹെഞ്ചും പോലെ അത്ര തന്നെ ചരിത്ര പ്രാധാന്യം അർഹിക്കുന്നതാണ് കേരളത്തിൽ മാത്രം കാണുന്ന ഈ മെഗാലിത്തിക് സ്മാരകങ്ങൾ. ഇപ്പോൾ ഇവിടെ ഈ പഞ്ചായത്ത് ഇതിനെ ഹിസ്റ്റോറിക്കൽ പാർക്കായി സംരക്ഷിച്ചു വരികയാണ്. കുഞ്ഞിമംഗലം ഗ്രാമത്തിൻ്റെ പ്രതാപം വിളിച്ചറിയിച്ച മറ്റൊന്നാണ് ഇവിടത്തെ കുഞ്ഞിമംഗലം മാങ്ങ. രുചിയിലും വലിപ്പത്തിലും നിറത്തിലും ഗുണത്തിലും ഒക്കെ ഏറെ വൈവിധ്യം പുലർത്തുന്ന കൂറ്റൻ നാട്ടുമാവിനങ്ങളാൽ സമൃദ്ധമായിരുന്നു ഒരു കാലത്ത് കുഞ്ഞിമംഗലം ഗ്രാമം. അതിൽ ഏറ്റവും പ്രധാനം രുചിയിൽ മുമ്പനായ കുഞ്ഞിമംഗലം മാങ്ങ തന്നെ. പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ കളഭ സദ്യയിലെ മാമ്പഴ പുളിശ്ശേരിയിൽ ഉപയോഗിക്കുന്നത് ഈ കുഞ്ഞിമംഗലം മാങ്ങയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പാചക വിദഗ്ധർ തയ്യാറാക്കിയ കറിക്കൂട്ടുകളിൽ ഇത് പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാചക വിദഗ്ധർ മാറി മാറി വരുന്നുണ്ടെങ്കിലും കറിക്കൂട്ടുകളിൽ ഭേദഗതിയൊന്നും വരുത്താറില്ല. ഈ മാങ്ങ തൊലി ചെത്തി സ്വൽപ്പം ഉപ്പും ചുട്ടെടുത്ത വറ്റൽ മുളകും പിന്നെ സ്വൽപ്പം വെളിച്ചെണ്ണയും ചാലിച്ചെടുത്താൽ ഉച്ചയൂണിന് വേറെ കറിയൊന്നും വേണ്ട എന്നാണ് പഴമക്കാരുടെ പക്ഷം. വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന പയ്യന്നൂരിലെ ഒരു പ്രധാന സ്ഥലമാണ് കൗവായി കായൽ. കേരളത്തിലെ 3ാമത്തെ വലിയ കായലും വടക്കൻ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കായലുമാണിത്. കൗവായി നദിയിലെ ചെറിയ ചെറിയ ദ്വീപുകളുടെ കൂട്ടമാണ് ഇവിടത്തെ ആകർഷകമായ മറ്റൊരു കാഴ്ച. 7 പുഴകളുടെ സംഗമസ്ഥലമായ കൗവായി കായലിൽ ധാരാളം കണ്ടലുകൾ കാണപ്പെടുമെങ്കിലും സഞ്ചാരികളെ ആകർഷിക്കുന്നത് ഇവിടത്തെ 100ഓളം ഉണ്ടക്കണ്ടലുകളാണ്. ഉൾട്ട എന്ന മലയാള സിനിമയിലെ ഗാനരംഗത്ത് ഇതിൻ്റെ മനോഹാരിത നമുക്ക് ദർശിക്കാൻ സാധിച്ചിട്ടുണ്ട്. കായൽപ്പരപ്പിൻ്റെ ഭംഗി നുകരാൻ ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഇവിടത്തെ ഹൗസ് ബോട്ടുകളെയും അതുപോലെ തന്നെ കയാക്കിംഗ് സംരംഭവും പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇവിടത്തെ ഗ്രാമീണ അന്തരീക്ഷവും വിശാലമായ കായൽ കാഴ്ചയും ഇവിടെ എത്തുന്ന ഓരോ സഞ്ചാരിയുടെയും മനസ്സ് നിറക്കും. വടക്കേ മലബാറിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ധാരാളം സംഭാവനകൾ നൽകിയിട്ടുള്ള പ്രശസ്തമായ പയ്യന്നൂർ കോളേജ് 1965 ജൂലൈ 15-നാണ് നിലവിൽ വന്നത്. പയ്യന്നൂർ എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആയിരുന്നു ഇതിന് മുൻകൈയെടുത്തത്. എൻ സുബ്രഹ്മണ്യ ഷെണായി, അഡ്വക്കേറ്റ് KS ഉമാ മഹേശ്വര അയ്യർ, കണ്ണോത്ത് കുഞ്ഞിരാമൻ നായർ, ഡോക്ടർ AV കരുണാകരൻ എന്നിവരാണ് കോളേജിനു വേണ്ടി ആദ്യമായി മുന്നിട്ടിറങ്ങിയത്. വ്യാഘ്രം S ശിവരാമകൃഷ്ണ അയ്യർ 50,000 രൂപയും ശ്രീദേവി അന്തർജനം അവരുടെ ഭൂമിയും ഇതിനായി സൗജന്യമായി വിട്ടു നൽകി.
പയ്യന്നൂർ ടൗണിൽ നിന്നും 2 കിലോമീറ്റർ അകലെ എടാട്ട് എന്ന പ്രദേശത്താണ് 150 ഏക്കറിലോളം സ്ഥലത്ത് ഈ കോളേജ് ഇന്ന് സ്ഥിതി ചെയ്യുന്നത്. നിലവിൽ കണ്ണൂർ സർവകലാശാലയുമായി അഫിലിയേറ്റ് ചെയ്ത ഈ കോളേജ് 2018 നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ അംഗീകാരവും നേടിയെടുത്തു. 14 വിഷയങ്ങളിൽ ബിരുദ കോഴ്സുകളും 4 എണ്ണത്തിൽ ബിരുദാനന്തര കോഴ്സുകളും 3 എണ്ണത്തിൽ PhD കോഴ്സുകളും ഈ കോളേജ് വാഗ്ദാനം ചെയ്യുന്നു. കഴിഞ്ഞ 5 പതിറ്റാണ്ടിനിടെ ആയിരക്കണക്കിന് യുവതീ യുവാക്കളുടെ ഉന്നത വിദ്യാഭ്യാസ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് സഹായകമായ ഈ കോളേജ് പാഠ്യ പദ്ധതിയിലും അതുപോലെ തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങളിലും അസൂയാവഹമായ നേട്ടമാണ് കൈവരിച്ചിട്ടുള്ളത്. ധാരാളം കാറ്റാടി മരങ്ങൾ കൊണ്ട് നിറഞ്ഞ ഈ കോളേജിൻ്റെ നീളൻ വരാന്തയും വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം പാതിരാക്കാറ്റും ഇതിനോടകം തന്നെ ഏറെ പ്രശസ്തമാണ്. കുഞ്ചൻ നമ്പ്യാർക്ക് ശേഷം കേരളം കണ്ട ഏറ്റവും ശ്രദ്ധേയനായ ഹാസ്യ സാഹിത്യകാരനായിരുന്ന സഞ്ജയൻ എന്ന് തൂലികാനാമത്തിൽ അറിയപ്പെട്ട MR നായരുടെ പേരിലുള്ള കേരളത്തിലെ ഏക സ്മാരകമാണ് പയ്യന്നൂരിനടുത്ത് അന്നൂരിൽ തല ഉയർത്തി നിൽക്കുന്ന സഞ്ജയൻ സ്മാരക ഗ്രന്ഥാലയം. പ്രമുഖ സാഹിത്യകാരനും വാഗ്മിയുമായ KP കുഞ്ഞിരാമ പൊതുവാളാണ് ഗ്രന്ഥാലയത്തിൻ്റെ സ്ഥാപകൻ. ക്വിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തിലാണ് ഗാന്ധിജിയുടെ നേതൃത്വം മൂലം കർമ്മോന്മുഖരായ, വിവരങ്ങൾ അറിയാനും അറിവ് നേടാനും ഉത്സുകരായ അന്നൂരിലെ ജനങ്ങൾ ഒരു ഗ്രന്ഥാലയം സ്ഥാപിക്കണമെന്ന് ആഗ്രഹിച്ചത്. ഇതിനെ തുടർന്ന് അന്നൂരിലെ ഏതാനും ചെറുപ്പക്കാർ ചേർന്ന് രൂപീകരിച്ച യുവജന സമാജം പിന്നീട് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ശക്തമായി തൂലിക ചലിപ്പിച്ച എഴുത്തുകാരനായ സഞ്ജയൻ്റെ ആകസ്മിക നിര്യാണത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ സ്മാരകമായി സഞ്ജയൻ സാഹിത്യ സമാജമായി രൂപമാറ്റം നേടി. പിന്നീട് സാഹിത്യ സദസ്സുകളും പ്രസംഗ പരിശീലന കളരികളുമൊക്കെയായി സജീവമായ ഈ സ്ഥാപനം സഞ്ജയൻ സ്മാരക ഗ്രന്ഥാലയം എന്ന പേരിൽ അറിയപ്പെട്ടു. 1944 മെയ് 28 മദിരാശി നിയമസഭാ സ്പീക്കർ U ഗോപാലമേനോൻ്റെ അധ്യക്ഷതയിൽ NV കൃഷ്ണവാര്യരാണ് ഇതിൻ്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചത്. പ്രഥമ പ്രസിഡന്റ് VM ചിണ്ടപ്പൊതുവാളും സെക്രട്ടറി TK കോമപ്പൊതുവാളും ആയിരുന്നു. ജനങ്ങളിൽ വായനാശീലം വളർത്താനും കലാസ്വാദനം ഉണ്ടാക്കാനും ഈ ഗ്രന്ഥാലയം എന്നും ശ്രദ്ധിച്ചു പോന്നു. വേനലവധിക്ക് കുട്ടികൾക്ക് വേണ്ടി ഇവിടെ നടത്തപ്പെട്ടിരുന്ന സമ്മർ ക്യാമ്പുകൾ നാടിനെക്കുറിച്ച് വളരുന്ന തലമുറയ്ക്ക് ഒരു നല്ല അവബോധം സൃഷ്ടിക്കാൻ ഏറെ സഹായകമായിട്ടുണ്ട്. മലയാളത്തിലെ ഏതാണ്ട് എല്ലാ സാഹിത്യ രാഷ്ട്രീയ നായകന്മാരെയും ഈ നാട്ടുകാർക്ക് കാണാനും കേൾക്കാനും ഇടയായത് ഈ ഗ്രന്ഥശാലയുടെ സാന്നിധ്യം മൂലമാണ്. അതിപ്രശസ്തരുടെ ഒരു നീണ്ട നിര തന്നെ ഈ ഗ്രന്ഥാലയം സന്ദർശിച്ചിട്ടുണ്ട്. ആധുനികവൽക്കരണം പൂർണ്ണമായി നടപ്പിലാക്കിയ ഈ ഗ്രാമീണ ലൈബ്രറിയിൽ ഇന്ന് ഏതാണ്ട് 40,000-ലധികം പുസ്തകങ്ങൾ, അതും വിവിധ ഭാഷകളിലുള്ള റഫറൻസ് ബുക്കുകളടക്കം ലഭ്യമാണ്. ഇവിടുത്തെ മറ്റൊരു പ്രധാന സവിശേഷത 1943 മുതലുള്ള മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് ഇവിടെ ബൈൻഡ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റ് പ്രസിദ്ധീകരണങ്ങളും. കണ്ണൂർ ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളുടെയും ആദ്യത്തെ ജനകീയ ആസൂത്രണ രേഖ ഈ ഗ്രന്ഥാലയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധിയുടെ കളക്റ്റഡ് വർക്ക്സ് ഓഫ് മഹാത്മാഗാന്ധി എന്ന ഗ്രന്ഥങ്ങൾ അതിൻ്റെ 100ഓളം വോളിയം നമുക്കിവിടെ കാണാൻ സാധിക്കും. വിശാലമായ ലൈബ്രറി, പ്ലാസ്റ്റിക് വിമുക്ത വായനാമുറി, സെമിനാറുകളും പഠന ക്ലാസുകളും നടത്താനുള്ള റിക്രിയേഷൻ ഹാൾ, റഫറൻസ് വിഭാഗം, ഇങ്ങനെ വ്യത്യസ്തമായ മേഖലകളിൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ഗ്രന്ഥാലയം ദൈനംദിന പ്രവർത്തനം നടത്തിവരുന്നു. പ്രസിഡന്റ് VM ദാമോദരൻ്റെയും സെക്രട്ടറി CV വിനോദ് കുമാറിൻ്റെയും നേതൃത്വത്തിലാണ് ഇപ്പോഴത്തെ ഗ്രന്ഥാലയത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നത്. വായനശാല നേരിട്ട് കാണാനും അറിയാനും വേണ്ടി വളരെ യാദൃച്ഛികമായി അവിടെ എത്തിയപ്പോൾ അവിടുത്തെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു തരാൻ രാമചന്ദ്രേട്ടനെ പോലുള്ള സംഘാടകർ കാണിച്ച ആവേശവും ഉത്സാഹവും അതുതന്നെയാണ് 8 പതിറ്റാണ്ടിൻ്റെ പാരമ്പര്യമുള്ള ഈ ഗ്രന്ഥശാലയുടെ വിജയം. ഭിന്നശേഷിക്കാരായ കുട്ടികളെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കൈപിടിച്ച് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ 20 വർഷമായി പയ്യന്നൂരിൽ പ്രവർത്തിക്കുന്ന മഹത്തായ ഒരു പ്രസ്ഥാനമാണ് മലബാർ റീഹാബിലിറ്റേഷൻ സെൻറ്റർ ഫോർ ഡിഫറൻ്റ്ലി ഏബിൾഡ് അഥവാ MRCD. ഉത്രാടം ചന്ദ്രൻ എന്ന മനുഷ്യസ്നേഹി തുളുവന്നൂർ ക്ഷേത്രത്തിന് സമീപം
കവ്വായി പുഴയുടെ ഓരത്ത് വില കൊടുത്തു വാങ്ങി നൽകിയ 2 ഏക്കർ സ്ഥലത്താണ് ഇന്ന് MRCD എന്ന ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. പയ്യന്നൂരിലെ ഭിന്നശേഷിക്കാരായ 160-ലധികം കുട്ടികളുടെ ആശാകേന്ദ്രമായ ഈ സ്ഥാപനം ഡോക്ടർ VC രവീന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള ട്രസ്റ്റ് അംഗങ്ങളുടെയും അർപ്പണ ബോധത്തോടെ പ്രവർത്തിക്കുന്ന ഇവിടുത്തെ അധ്യാപികമാരുടെയും നന്മ പറ്റാത്ത ഒരുപറ്റം മനുഷ്യരുടെയും പയ്യന്നൂർ സൗഹൃദവേദി പോലുള്ള സംഘടനകളുടെയും പിൻബലത്തോടെ മാത്രമാണ് ഇന്നും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത്. 32 മലയാള ഗ്രാമങ്ങളും 32 തുളു ഗ്രാമങ്ങളും ഉൾപ്പെട്ട 64 ഗ്രാമങ്ങൾ ചേർന്നതായിരുന്നു വടക്ക് ഗോകർണം മുതൽ തെക്ക് കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്ന കേരളം. ഇതിൽ വടക്കേ അറ്റത്തുള്ള മലയാള ഗ്രാമമാണ് പയ്യന്നൂർ. അവരുടെ ഗ്രാമക്ഷേത്രം പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രവും. എന്നാൽ ആദ്യത്തെ തുളു ഗ്രാമക്ഷേത്രമാണ് പയ്യന്നൂർ തായിനേരിയിലെ ശ്രീ തുളുവന്നൂർ മഹാവിഷ്ണു ക്ഷേത്രം. ക്ഷയ ത്രായതേ ഇതി ക്ഷേത്ര എന്നാണല്ലോ. അതായത് ഒരു നാടിനെ ക്ഷയത്തിൽ നിന്നും അഥവാ നാശത്തിൽ നിന്നും സംരക്ഷിക്കുന്നവയാണ് ക്ഷേത്രങ്ങൾ. അതിന് ഉത്തമ ഉദാഹരണമാണ് ഈ ക്ഷേത്രം. മുമ്പ് ഈ ക്ഷേത്രം പ്രബലനായ ഒരു നമ്പി പ്രമുഖനിൽ അധിഷ്ഠിതമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരിക്കൽ തുളുനാട്ടിൽ നിന്ന് അതീവ തേജസ്വിയായ ഒരു യതിവര്യൻ ഇവിടെ എത്തിച്ചേരാൻ ഇടയായി. നമ്പിയുടെ ആതിഥ്യ മര്യാദയിൽ ആകൃഷ്ടനായ ആ സന്യാസി വര്യൻ ഇവിടെ തന്നെ താമസിച്ച് താൻ കൊണ്ടുവന്ന ചതുർബാഹുവായ വിഷ്ണു വിഗ്രഹവും സാളഗ്രാമവും രത്നസഞ്ചയങ്ങളുമൊക്കെ ഇവിടെ തന്നെ പ്രതിഷ്ഠിച്ച് ഉപാസിക്കാൻ തുടങ്ങി. തൻ്റെ ഉപാസനയാൽ ആ ക്ഷേത്രത്തിൻ്റെ ചൈതന്യം നാൾക്കുനാൾ വർദ്ധിച്ചു വന്നു. യതിവര്യൻ്റെ ദിവ്യത്വത്തിന് കാരണം അദ്ദേഹം കൊണ്ടുവന്ന ദിവ്യ വസ്തുക്കളാണെന്ന് മനസ്സിലാക്കിയ നമ്പി ദുർമോഹത്താൽ അതൊക്കെ തട്ടിയെടുത്തു. ഇതിൽ മനംനൊന്ത ഋഷി നമ്പിയെ ശപിക്കുകയും അവിടെ നിന്ന് യാത്രയാവുകയും ചെയ്തു. ഋഷിവര്യൻ്റെ ശാപം നിമിത്തമാകാം നമ്പിയുടെ കുടുംബം ദരിദ്രമാവുകയും എല്ലാവരും മഹാരോഗികളാവുകയും മന തന്നെ ജീർണാവസ്ഥയിലെത്തുകയും ചെയ്തു. അതോടെ ഈ ക്ഷേത്രം തന്നെ അനാഥ അവസ്ഥയിലായി. തുടർന്ന് പൂർണ്ണമായി നശിച്ച് കേവലം ഒരു മൺകൂനയായി മാറി. അങ്ങനെ കുറ്റിക്കാടുകൾ നിറഞ്ഞ ഈ പ്രദേശത്ത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ ഒരു വിശിഷ്ട വ്യക്തിക്ക് അവിടെ നിന്നും ദിവ്യമായ ഒരു പ്രകാശം കാണാനിടയാവുകയും അത് നാട്ടിൽ സംസാര വിഷയമാവുകയും ചെയ്തു. തുടർന്ന് ഒരു പ്രശ്നചിന്ത നടത്തുകയും അവിടെ കാട് വെട്ടിത്തെളിച്ച് മണ്ണു നീക്കം ചെയ്യുകയും ചെയ്തു. അതിനിടയിലാണ് ഇവിടെ നിന്നും ഒരു കിണറും അതിൽ നിന്ന് 5 അടി പൊക്കമുള്ള ഒരു ചതുർബാഹുവായ വിഷ്ണു വിഗ്രഹവും കണ്ടെത്തിയത്. അങ്ങനെ നൂറ്റാണ്ടുകളോളം മനുഷ്യദൃഷ്ടിയിൽ നിന്നും മൺമറഞ്ഞുപോയ ഒരു ക്ഷേത്രം നാട്ടുകാരുടെ ഒത്തൊരുമയോടെ ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ഒരു മഹാക്ഷേത്രമായി മാറിയിരിക്കുകയാണ്. കേവലം 40 വർഷം കൊണ്ടാണ് ഒന്നുമില്ലായ്മയിൽ നിന്നും ഈ ക്ഷേത്രം ഇത്രയേറെ ഉയർന്നു വന്ന് നാടിനും നാട്ടാർക്കും അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനുഷ്യ നന്മയുടെയും സാമുദായിക മൈത്രിയുടെയും പരസ്പര സാഹോദര്യത്തിൻ്റെയും പാതയിലൂടെയാണ് പയ്യന്നൂർ എന്നും സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. ഇതിന് ഉത്തമ ഉദാഹരണമാണ് ഇവിടെ തലയുയർത്തി നിൽക്കുന്ന ഹിന്ദു, മുസ്ലിം, ക്രിസ്തീയ ആരാധനാലയങ്ങൾ. കാലത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് പയ്യന്നൂരിൻ്റെ രൂപത്തിലും ഭാവത്തിലും ഇന്ന് ഏറെ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. അനേകം ഷോപ്പിംഗ് മാളുകളും ആതുരാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ കൊണ്ട് ഒരു ചെറു പട്ടണത്തിൽ നിന്നും മാറി പയ്യന്നൂർ ഇന്ന് തിരക്ക് പിടിച്ച ഒരു വൻ നഗരത്തിൻ്റെ പ്രൗഢിയിലേക്ക് മാറിയിരിക്കുകയാണ്. നൂറ്റാണ്ടുകളുടെ ചരിത്രമുറങ്ങുന്ന ഒരു കാലത്ത് രാജകീയ പരിവേഷമുണ്ടായിരുന്ന പവിത്ര ഭൂമിയാണ് ഏഴിമല. ഏഴിൽമല, ഏലിമല, മൂഷികശൈലം, സപ്തശൈലം എന്നീ പേരുകളിലൊക്കെ അറിയപ്പെട്ട ഈ പ്രദേശത്തെക്കുറിച്ച് ആദിമ ചരിത്ര സാഹിത്യമായ സംഘകാല കൃതികളിൽ പോലും പരാമർശിച്ചിട്ടുണ്ട്. ഏഴിൽ എന്നാൽ ഭംഗിയുള്ള എന്നാണ് അർത്ഥമെന്നും അതിനാൽ ഭംഗിയുള്ള മല എന്ന അർത്ഥത്തിൽ ഏഴിൽമല ആയിരിക്കാം ഇതിൻ്റെ യഥാർത്ഥ പേരെന്നും പയ്യന്നൂരിലെ ഭാഷാധ്യാപകനായിരുന്ന TKK പൊതുവാൾ തൻ്റെ ഏഴിൽമലയും പയ്യന്നൂർ പാട്ടും എന്ന പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. അറബികളുടെയും ചൈനക്കാരുടെയും റോമക്കാരുടെയും ഗ്രീക്കുകാരുടെയും പ്രധാന തുറമുഖവും വാണിജ്യ കേന്ദ്രവുമായിരുന്നു ഇവിടം.
കടലിലേക്ക് തള്ളി നിൽക്കുന്ന കേരളത്തിലെ ഏക മല കൂടിയാണ് ഏഴിമല. ലോകസഞ്ചാരികളായിരുന്ന മാർക്കോ പോളോയും ഇബിൻ ബത്തൂത്തയും തങ്ങളുടെ സഞ്ചാരക്കുറിപ്പുകളിൽ ഏഴിമലയെക്കുറിച്ച് വിശദമായി പരാമർശിച്ചിട്ടുണ്ട്. 1498 പോർച്ചുഗീസ് നാവിക തലവനായിരുന്ന വാസ്കോഡ ഗാമയുടെ ദൃഷ്ടിയിൽ ആദ്യം പതിഞ്ഞ ഇന്ത്യൻ പ്രദേശം ഏഴിമല ആയിരുന്നു എന്ന് ചരിത്രകാരന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ പ്രതികൂല കാലാവസ്ഥ കാരണം കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്നു. ചരിത്രത്തിൻ്റെ അവശേഷിപ്പുകളുമായി ഇന്നിവിടെ ഒരു ലൈറ്റ് ഹൗസും പഴയ ഒരു കോട്ടയുടെ അവശിഷ്ടവും നമുക്ക് കാണാൻ സാധിക്കും. സംഘകാലത്തെ മൂഷിക രാജവംശത്തിൻ്റെ ആസ്ഥാനം ഏഴിമലയായിരുന്നു. ആദ്യത്തെ മൂഷിക രാജാവ് രാമഘട മൂഷികനും. ഈ രാജവംശത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് ഒരു ഐതിഹ്യമുണ്ട്. ബ്രാഹ്മണ നേതാവായ പരശുരാമൻ ക്ഷത്രിയരെ മുഴുവൻ കൊന്നൊടുക്കി എന്ന് അഹങ്കരിച്ച് നടക്കുന്ന കാലം. ഹേഹേ രാജ്യത്തെ പൂർണ്ണ ഗർഭിണിയായ ഒരു രാജ്ഞി ക്ഷത്രിയ വംശത്തിലെ ഒരു കുഞ്ഞെങ്കിലും അവശേഷിച്ചിരിക്കണം എന്നാഗ്രഹിച്ച് തൻ്റെ വിശ്വസ്തനായ രാജപുരോഹിതനോടൊപ്പം അവിടെ നിന്നും രക്ഷപ്പെട്ട് ഏഴിമലയിലെ ഒരു ഗുഹയിലെത്തി. ഗുഹയിലെത്തിയ റാണിയെ കൗശികമുനിയുടെ ശാപത്താൽ ഭീമാകാരനായ എലിയുടെ രൂപം പൂണ്ട പർവ്വതരാജൻ ഭക്ഷിക്കാൻ ഒരുങ്ങി. എന്നാൽ റാണിയുടെ കോപാഗ്നിയിൽ വെന്തുവെണ്ണീറായ ഈ എലി ശാപമോക്ഷത്താൽ വീണ്ടും പർവ്വതരാജനായി മാറുകയും റാണിയെ അനുഗ്രഹിക്കുകയും ചെയ്തു. തുടർന്ന് ഹേഹേ റാണി ഒരു ആൺകുഞ്ഞിന് ജന്മം കൊടുത്തു. അവന് രാമഘട മൂഷികൻ എന്ന് നാമകരണം ചെയ്യുകയുമുണ്ടായി. ഈ കുമാരനെ ഈ പേര് ലഭിച്ചതിൻ്റെ പിന്നിലും ഒരു കഥയുണ്ട്. ക്ഷത്രിയ വംശത്തെ മുഴുവൻ കൊന്നൊടുക്കിയതിൻ്റെ പേരിൽ പശ്ചാത്താപ വിവശനായ പരശുരാമൻ ഒരു യാഗം നടത്താനായി ഏഴിമലയിലെത്തി. എന്നാൽ യാഗപൂർത്തീകരണത്തിന് ഒരു ക്ഷത്രിയ കുമാരനെ ആവശ്യമായിരുന്നു. എന്നാൽ വേരറ്റുപോയ ക്ഷത്രിയ കുലത്തിൽ ഇനി എവിടെ കുമാരൻ എന്നാലോചിച്ച് വിഷണ്ണനായ പരശുരാമൻ്റെ മുന്നിലേക്ക് പർവ്വതരാജൻ പ്രത്യക്ഷപ്പെട്ടു. യാഗം തുടങ്ങാനും ക്ഷത്രിയകുമാരനെ താൻ ഹാജരാക്കിക്കൊള്ളാമെന്നും പർവ്വതരാജൻ പറഞ്ഞു. ഇതിൽ സന്തുഷ്ടനായ പരശുരാമൻ യാഗം ചെയ്യാൻ ഒരുങ്ങി. പർവ്വതരാജൻ ഹേഹേ റാണിയുടെ പുത്രനെ പരശുരാമ സന്നിധിയിലെത്തിച്ചു. സന്തുഷ്ടനായ പരശുരാമൻ ഒരു കുടം വെള്ളം തലയിലൊഴിച്ച് ഈ കുമാരനെ ഏഴിമലയുടെ രാജാവായി വാഴിച്ചു. രാമൻ ഘടം അഥവാ കുടം കൊണ്ട് അഭിഷേകം ചെയ്തതിനാലും എലിയുടെ മാളത്തിൽ പിറന്നതിനാലുമാണ് ഈ കുമാരന് രാമഘട മൂഷികൻ എന്ന് പേര് ലഭിച്ചത്. അങ്ങനെ പരശുരാമൻ താൻ തന്നെ നശിപ്പിച്ച ക്ഷത്രിയകുലത്തെ വീണ്ടും രാജപദവിയിലെത്തിക്കുകയാണ് ചെയ്തത്. അതായത് ശിക്ഷിച്ച കൈകൊണ്ട് തന്നെ രക്ഷിക്കുകയും ചെയ്തു. രാമഘട മൂഷികൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ പുത്രനായ നന്ദനായിരുന്നു ഏഴിമലയുടെ രാജാവ്. ഏഴിമല ഭരിച്ച ഏറ്റവും പ്രശസ്തനായ രാജാവും നന്ദനായിരുന്നു. പുരാണത്തിലും ഏഴിമലയെക്കുറിച്ച് പരാമർശമുണ്ട്. രാമരാവണ യുദ്ധത്തിൽ രാവണപുത്രനായ ഇന്ദ്രജിത്തിൻ്റെ നാഗാസ്ത്രമേറ്റ് ബോധരഹിതനായി നിലംപതിച്ച ലക്ഷ്മണനെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായി ജാമ്പവാന്റെ ഉപദേശപ്രകാരം ഹനുമാൻ മൃതസഞ്ജീവിനി എന്ന ഔഷധ സസ്യം തേടി ഹിമാലയത്തിലെ ഋഷഭാദ്രിയിലെത്തി. എന്നാൽ ഹനുമാന് ആ സസ്യം തിരിച്ചറിയാനായില്ല. അതുകൊണ്ട് തന്നെ ഹനുമാൻ ആ പർവ്വതം ഒന്നാകെ അടർത്തിയെടുത്ത് തിരികെ ലങ്കയിലേക്ക് കുതിച്ചു. ഇങ്ങനെ പോകുന്ന സമയത്ത് ഹനുമാന്റെ കയ്യിൽ നിന്നും അടർന്നു വീണ 7 കഷണങ്ങളായി അടർന്നു വീണ പർവ്വതശകലങ്ങളാണത്രേ ഏഴിമലയായി മാറിയത് എന്നാണ് ഐതിഹ്യം. നിരവധി ഔഷധ സസ്യങ്ങളുടെ കലവറയാണ് ഇവിടം. ഇവിടത്തെ ഔഷധക്കാറ്റും ശുദ്ധവായും നമുക്ക് പകർന്നു തരുന്ന ഉന്മേഷം അത്രയ്ക്ക് വലുതാണ്. മരിച്ചവരെ പോലും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിവുള്ള മൃതസഞ്ജീവിനി എന്ന ഔഷധ സസ്യം ഇപ്പോഴും ഇവിടെ എവിടെയോ മറഞ്ഞിരിപ്പുണ്ട്. ഈ ഐതിഹ്യത്തിൻ്റെ പിൻബലത്തിൽ നിന്നാകണം കേരളത്തിലെ ഏറ്റവും വലിയ ഹനുമാൻ പ്രതിമ ഇവിടെ നിർമ്മിക്കപ്പെട്ടത്. സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 900 അടി ഉയരത്തിലാണ് ഈ പ്രതിമ സ്ഥാപിക്കപ്പെട്ടത്. പ്രതിമയ്ക്ക് 41 അടി ഉയരമുണ്ട്. KKR വെങ്ങരയാണ് ഈ പ്രതിമ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ സ്ഥലം ഇന്ന് ആഞ്ജനേയഗിരി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പയ്യന്നൂരിലെ ആദ്യകാല ആയുർവേദ ചികിത്സകനായിരുന്ന സൂര്യൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സുരേന്ദ്ര ഷേണായുടെ കുടുംബവകയായ സൺസൺ സൂര്യ ട്രസ്റ്റിൻ്റെ സംഭാവനയാണ് ഈ മനോഹര ശില്പം.
ചിരഞ്ജീവിയായ ആഞ്ജനേയൻ്റെയും പരശുരാമസ്വാമികളുടെയും ജീവസാന്നിധ്യമുള്ള ഏഴിമലയിൽ രാമഭക്തനായ ഹനുമാൻ ഉരുവിടുന്ന രാമമന്ത്രവും നമുക്ക് ശ്രവിക്കാൻ സാധിക്കും. സൂര്യോദയത്തിലും സൂര്യാസ്തമനത്തിലും ഈ ശില്പത്തിൻ്റെ മനോഹാരിത ഇരട്ടിക്കുന്നു. വൈകുന്നേരങ്ങളിലാണ് സഞ്ചാരികൾ ഇവിടേക്ക് കൂടുതലായി എത്താറുള്ളത്. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 6 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം. പൊതുഗതാഗത സൗകര്യം കുറവാണെങ്കിൽ കൂടിയും ധാരാളം വിനോദസഞ്ചാരികൾ ഏഴിമലയുടെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഇവിടെ എത്താറുണ്ട്. പ്രകൃതി സൗന്ദര്യം കനിഞ്ഞനുഗ്രഹിച്ച ഈ പ്രദേശത്ത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് മുൻകൈയെടുത്ത് വാച്ച് ടവറുകളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുകയാണെങ്കിൽ വിദേശ വിനോദസഞ്ചാരികളെ പോലും ആകർഷിക്കുന്ന ഒരു കേന്ദ്രമായി ഇവിടം മാറിയേനെ. ഹനുമാൻ ഇൻ്റർനാഷണൽ മിഷൻ്റെ കീഴിലുള്ള പൂർണ്ണമായും കരിങ്കല്ലിൽ നിർമ്മിച്ചെടുത്ത 5 ക്ഷേത്രങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും. ടൂറിസ്റ്റുകൾക്ക് ഇവിടെ റിസോർട്ട് സൗകര്യവും ലഭ്യമാണ്. ഏഴിമലയുടെ താഴ്വാരം ഇന്നൊരു വാനര താവളമായി മാറിയിരിക്കുകയാണ്. ഐതിഹ്യത്തിനെ ബലപ്പെടുത്തുന്നതാണ് ഈ കാഴ്ച. ഹനുമാൻ സ്വാമിയിൽ നിന്നും പതിച്ചു കിട്ടിയ ഏഴിമല തങ്ങൾക്കു കൂടി അവകാശപ്പെട്ടതെന്നാണ് ഈ വാനരന്മാരുടെ പക്ഷം. സൗന്ദര്യം അതിൻ്റെ പരകോടിയിലെത്തിയിരിക്കുന്ന ഇവിടുത്തെ പർവ്വതനിരകളും അതുപോലെ തന്നെ മലയാടിവാരത്തിലെ അറബിക്കടലിൻ്റെ നീലിമയും ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് കണ്ണിന് ഇമ്പമേകുന്ന ഒരു കാഴ്ചയാണ്. ഏഴിമലയുടെ താഴ്വാരത്ത് അറബിക്കടലും മുട്ടംപുഴയും സംഗമിക്കുന്ന പാലക്കോട് എന്ന പ്രദേശത്ത് കണ്ണൂർ ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട ഫിഷിംഗ് ഹാർബറും നമുക്ക് കാണാൻ സാധിക്കും. ഏഴിമലയുടെ നെറുകയിൽ മുസ്ലിം നവോത്ഥാന നായകനായ ഷെയ്ഖ് അബ്ദുൽ ലത്തീഫിൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ അടക്കം ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ചെറിയ പള്ളിയുണ്ട്. ഇതിനെ ഏഴിപ്പള്ളി എന്നാണ് അറിയപ്പെടുന്നത്. മുമ്പ് കോളറ എന്ന മഹാവ്യാധി പടർന്നു പിടിച്ച സമയത്ത് രോഗികളെ ഈ ഏഴിപ്പള്ളിയിലായിരുന്നത്രേ താമസിപ്പിച്ചിരുന്നത്. ഇതിൻ്റെ ഓർമ്മയ്ക്കായി ഇവിടെ പ്രാർത്ഥനയ്ക്കെത്തുന്നവർ എന്തെങ്കിലും ഭക്ഷ്യവസ്തുക്കളുമായി വന്ന് ബറാത്ത് വിളി എന്ന പേരിൽ ഏഴിപ്പള്ളി മലയിലേക്ക് ദഫ്മുട്ടി കയറ്റം നടത്തിയിരുന്നു. ഈ പ്രദേശം നേവൽ അക്കാദമിയുടെ അധീനതയിലായതോടെ ഇവിടത്തേക്ക് ആളുകൾക്ക് പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ സന്തത സഹചാരികളായിരുന്ന 2 സൂഫി വര്യന്മാരുടെ മക്ബറകളും ഏഴിമലയിൽ ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഏഴിമലയിലെ ആദ്യത്തെ ക്രിസ്ത്യൻ പള്ളിയാണ് ലൂർദ് മാതാ പള്ളി. ഫാദർ ജെയിംസ് മൊന്തനാരി 1954 സ്ഥാപിച്ചതാണ് ഇത്. ഇറ്റലിയിൽ നിന്നും ഏഴിമലയിലെത്തിയ ഫാദർ ജാതിമത ഭേദമന്യേ വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുത്തും ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുത്തും ആതുര സേവനം ചെയ്തും 20 വർഷക്കാലം ഏഴിമലയിൽ ചിലവഴിച്ചു. പിന്നീട് ഇവിടെ വെച്ചു തന്നെ 1974 മാർച്ച് 3 ആ മനുഷ്യസ്നേഹി ഈ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം അദ്ദേഹം തന്നെ നിർമ്മിച്ച മാതാവിൻ്റെ ഗ്രോട്ടോയുടെ അടുത്താണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്നത്. ഏഴിമലയുടെ താഴ്വാരത്തിൽ 4 വശത്തും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രകൃതി രമണീയമായ ഒരു തീരദേശ ഗ്രാമം. പഴമകൾക്ക് പറയാൻ ധാരാളം ഐതിഹ്യങ്ങളും മിത്തുകളും നിറഞ്ഞ രാമന്തളി. മൂഷക രാജവംശത്തിൻ്റെ തലസ്ഥാനമായിരുന്ന ഏഴിമലയിലെ ആദ്യ രാജാവായിരുന്ന രാമഘട മൂഷികൻ്റെ ഭരണകേന്ദ്രമായതിനാലാണ് ഈ പ്രദേശത്തിന് രാമന്തളി എന്ന പേര് വരാൻ കാരണം. ഇവിടുത്തെ പ്രധാന ക്ഷേത്രമാണ് ഉത്തര മലബാറിലെ പഞ്ചമഹാക്ഷേത്രങ്ങളിൽ പ്രസിദ്ധമായ ശ്രീ ശങ്കരനാരായണ ക്ഷേത്രം. ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും സംഗമസ്ഥാനം. ചതുർബാഹുവായ ശങ്കരനാരായണ ദേവൻ്റെ ഒരാൾ പൊക്കത്തിലുള്ള പഞ്ചലോഹ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. ഗജപൃഷ്ഠാകൃതിയിലാണ് ശ്രീകോവിൽ നിർമ്മിച്ചിരിക്കുന്നത്. കദളിവാഴത്തോട്ടം ഇവിടത്തെ ഒരു പ്രത്യേകതയാണ്. കദളീവനം എന്ന വിശേഷണമുണ്ട് ഈ ക്ഷേത്രത്തിന്. ഇവിടെ ശ്രീകോവിലിൽ വിഗ്രഹത്തിനടുത്തായി സ്വയംഭൂവായി കദളിവാഴ ഉണ്ടായിരുന്നത്രേ. ദേവന് നിവേദിക്കാൻ ആവശ്യമായ കദളിപ്പഴങ്ങൾ മുൻകാലങ്ങളിൽ നാലമ്പലത്തിൽ അകത്തു നിന്ന് തന്നെ ലഭിച്ചിരുന്നു. നാലമ്പലത്തിനകത്ത് കല്ല് പാകിയെങ്കിലും ഒരു ഭാഗം കദളീവനമായി ഇന്നും സംരക്ഷിച്ചു വരുന്നു. സന്താന സൗഭാഗ്യ വരദായകനാണ് രാമന്തളീശ്വരൻ.
പരശുരാമൻ പ്രതിഷ്ഠാ സമയത്ത് സന്താന ഗോപാല മന്ത്രം ആമന്ത്രണം ചെയ്ത സാളഗ്രാമങ്ങൾ ഇവിടെ പ്രതിഷ്ഠിച്ചതിനാലാണ് ഇവിടെ സന്താന സൗഭാഗ്യത്തിനായി പ്രാർത്ഥിച്ചവർക്ക് ഫലപ്രാപ്തി കിട്ടുന്നു എന്നാണ് വിശ്വാസം. സന്താന സൗഭാഗ്യത്തിനായി പ്രാർത്ഥിച്ചവർ ഫലപ്രാപ്തിക്ക് ശേഷം സന്താനവുമായി വന്നിട്ടാണ് ഇവിടെ ചതുശതം അഥവാ വലിയ വട്ടിളം പായസം ഭഗവാന് വഴിപാട് നടത്തുന്നത്. മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഇവിടെയുള്ള വലിയ വട്ടിളം പായസം വഴിപാട് പ്രാർത്ഥിച്ചവർക്ക് ഫലം സിദ്ധിച്ചതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ്. വിഷ്ണുവിൻ്റെ പ്രത്യക്ഷ അവതാരം എന്ന് കരുതുന്നവയാണ് സാളഗ്രാമശിലകൾ. ശാസ്ത്രഭാഷയിൽ അമോണൈറ്റ് കല്ലുകളാണ് ഇവ. നേപ്പാളിലെ ഗന്ധകി നദിയിലാണ് ഈ സാളഗ്രാമശിലകൾ കണ്ടുവരുന്നത്. ഇവയിലെ ചിഹ്നങ്ങളും ചക്രങ്ങളും നോക്കിയാണ് ഇവയെ തരംതിരിക്കുന്നത്. സന്താന ഗോപാല സാളഗ്രാമം വെച്ച് പൂജിച്ചാൽ സന്താന സൗഭാഗ്യം ഉണ്ടാകും എന്നാണ് വിശ്വാസം. രാമന്തളി ഇന്ന് ലോകപ്രശസ്തമായത് നേവൽ അക്കാദമിയുടെ വരവോടുകൂടിയാണ്. 1987 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയായിരുന്നു ഇതിൻ്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത്. തുടർന്ന് 2009 ഡോക്ടർ മൻമോഹൻ സിംഗ് ഇത് രാഷ്ട്രത്തിന് സമർപ്പിച്ചു. ഏഷ്യയിലെ ഏറ്റവും വലുതും വലുപ്പത്തിൽ ലോകത്തിലെ മൂന്നാമത്തേതുമായ നാവിക പരിശീലന കേന്ദ്രമാണ് ഏഴിമല നേവൽ അക്കാദമി. ഇന്ത്യൻ പ്രതിരോധ മേഖലയിലെ സുപ്രധാന കേന്ദ്രമായതുകൊണ്ട് തന്നെ ഇവിടേക്കുള്ള പ്രവേശനം കർശനമായി നിയന്ത്രിച്ചിട്ടുണ്ട്. നേവൽ അക്കാദമിയൊക്കെ വരുന്നതിന് എത്രയോ മുമ്പ് യാതൊരു വാഹന സൗകര്യം പോലും ഇല്ലാതിരുന്ന ഒരു കാലത്ത് 1970-ലും 1971-ലും ഇവിടെ വെച്ച് ലോക സമാധാന സമ്മേളനം നടന്നു എന്ന് പറഞ്ഞാൽ അധികമാരും വിശ്വസിക്കില്ല. ഒന്നാം ലോകമഹായുദ്ധം അവസാനിപ്പിച്ച് സമാധാന കരാറിൽ ഒപ്പുവെച്ച ആംമിസ്റ്റീസ് ദിനമായ നവംബർ 11 രാവിലെയാണ് ഫ്രെഡി വാൻഡർ ബോഗ് ഒന്നാം ലോക സമാധാന സമ്മേളനത്തിന് രാമന്തളിയിൽ പതാക ഉയർത്തിയത്. ഡോക്ടർ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി, ഫീൽഡ് മാർഷൽ KM കരിയപ്പ, അക്കിത്തം, ബാലാമണിയമ്മ തുടങ്ങിയ പ്രമുഖർ അന്ന് സന്നിഹിതരായിരുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായ നടരാജഗുരു പട്ടണത്തിൻ്റെ യാതൊരു സൗകര്യവുമില്ലാത്ത ദ്വീപായ രാമന്തളിയുടെ ഒരു കോണിൽ സ്ഥാപിച്ച ഗുരുകുല ഐലൻഡ് ഹോമിൽ വച്ചായിരുന്നു ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ ഈ ലോക സമാധാന സമ്മേളനം നടന്നത്. വേൾഡ് കോൺഫറൻസ് ഫോർ പീസ് ത്രൂ യൂണിറ്റീവ് അണ്ടർസ്റ്റാൻഡിംഗ് എന്നായിരുന്നു ഈ സമ്മേളന പരമ്പരയുടെ പേര്. ഇംഗ്ലീഷിൽ നടന്ന സംവാദങ്ങളെല്ലാം അന്ന് പ്രത്യേക വേദിയൊരുക്കി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിരുന്നു. നടരാജഗുരുവിൻ്റെ ശിഷ്യനായ നിത്യചൈതന്യതിക്ക് നിരവധി വിദേശ സർവകലാശാലകളുമായുള്ള ബന്ധം വഴി വന്ന ശിഷ്യസമ്പത്താണ് ഈ ഗുരുകുല ഐലൻഡ് ഹോമിനെ ലോകശ്രദ്ധയിലേക്ക് ഉയർത്തിയത്. ഒരു കാലത്ത് ലോക സമാധാനത്തിന് വേദിയായ പ്രദേശമാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക കേന്ദ്രങ്ങളിലൊന്നായ നേവൽ അക്കാദമിയായി രൂപാന്തരപ്പെട്ടിരിക്കുന്നത്. ഇത് കാലത്തിൻ്റെ ഒരു നിയോഗമാകാം. AD 1524 പോർട്ടുഗീസുകാരുമായി പോരാടി വീരമൃത്യു വരിച്ച 17 ശുഹദാക്കളുടെ ഉജ്ജ്വല ചരിത്രവുമുണ്ട് രാമന്തളിക്ക്. വളരെ ചുരുക്കം മുസ്ലിം കുടുംബങ്ങൾ താമസിച്ചിരുന്ന രാമന്തളി ജുമാ മസ്ജിദിന് സമീപം പോർച്ചുഗീസുകാർ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കുകയും സൈനിക താവളം ഒരുക്കുകയും ചെയ്തു. തുടർന്ന് അവർ ഇവിടെ ഒരു കോട്ട സ്ഥാപിക്കുകയും ചെയ്തു. പിന്നീട് ഈ പ്രദേശത്തുള്ള മുസ്ലിങ്ങളെ തുരത്തുക എന്ന ലക്ഷ്യത്തോടെ അവർക്കെതിരെ ക്രൂരമായ അക്രമങ്ങൾ അഴിച്ചുവിട്ടു. ദ്രോഹം കഠിനമായപ്പോൾ പറങ്കികളോട് എതിരിടാൻ തന്നെ മുസ്ലിങ്ങൾ തീരുമാനിച്ചു. ഇതിനായി ആദ്യം വൃദ്ധരെയും സ്ത്രീകളെയും കുട്ടികളെയും സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റിപ്പാർപ്പിച്ച് പോക്കർ മൂപ്പൻ്റെ നേതൃത്വത്തിൽ 17 യുവാക്കൾ അന്തിമ യുദ്ധത്തിനായി അണിനിരന്നു. എല്ലാ പടക്കോപ്പുകളോടും കൂടിയ പറങ്കികളോട് യുദ്ധം ചെയ്ത് ജയിക്കില്ല എന്നറിയാമായിരുന്നിട്ടും ആ മുസ്ലിം ധീരയോദ്ധാക്കൾ അവരോട് പൊരുതി ഒടുവിൽ 17 പേരും രക്തസാക്ഷികളായി. ക്രൂരന്മാരായ പറങ്കികൾ യോദ്ധാക്കളുടെ ശരീരങ്ങൾ വെട്ടിനുറുക്കി മസ്ജിദിന് സമീപമുള്ള കിണറ്റിൽ നിക്ഷേപിച്ചു. നാളുകൾക്ക് ശേഷം യോദ്ധാക്കളെയും തിരഞ്ഞ് ബന്ധുക്കൾ ഇവിടെ തിരിച്ചെത്തിയപ്പോൾ അടുത്തുണ്ടായിരുന്ന തെങ്ങു ചെത്തുകയായിരുന്ന ഒരു യുവാവ് പള്ളിക്ക് സമീപമുള്ള കിണറ്റിനകത്തു നിന്നും പ്രകാശജ്വാലകൾ കാണാറുണ്ടെന്ന് അവരെ ധരിപ്പിച്ചു. കിണറിനകത്ത് ബന്ധുക്കൾ കണ്ട കാഴ്ച വേദനാജനകവും ഒപ്പം അത്ഭുതകരവുമായിരുന്നു.
ശരീരങ്ങൾക്ക് യാതൊരു പഴക്കവുമില്ലാതെ തേജസ്സുറ്റ നിലയിലായിരുന്നു. തുടർന്ന് ബന്ധുക്കൾ മൃതശരീരങ്ങൾ യഥാവിധി ഖബറടക്കം നടത്തി. മൃതദേഹങ്ങൾ കിടന്നിരുന്ന കിണറിൻ്റെ അതേ സ്ഥാനത്തു തന്നെയാണ് ഖബറിടം നൽകിയത്. ഇന്നും ഒരു പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമെന്ന നിലയിൽ 17 ശുഹദാക്കളുടെ മക്ബറയിൽ ജാതിമത ഭേദമന്യേ ആളുകൾ സന്ദർശനം നടത്തുകയും പ്രാർത്ഥന നടത്തുകയും ചെയ്തു വരുന്നു. ഇവിടെ പ്രാർത്ഥന നടത്തുന്നവർക്ക് ഫലസിദ്ധികൾ കൈവന്നതായും പറയപ്പെടുന്നു. പോർച്ചുഗീസുകാരുടെ പട്ടാള ക്യാമ്പുണ്ടായ സ്ഥലം കോട്ടപ്പറമ്പ് എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത കാലം വരെയും ഈ സ്ഥലത്ത് മണ്ണിനടിയിൽ നിന്നും പീരങ്കി ഉണ്ടകൾ ഉൾപ്പെടെയുള്ള യുദ്ധോപകരണങ്ങളിൽ ചിലത് കണ്ടെത്തിയിട്ടുണ്ട്. ഭൂമിക്കടിയിൽ ഇത്തരം സാധനങ്ങൾ ഇപ്പോഴും കിടക്കുന്നുണ്ടാകാം. ഇതിൽ ചിലത് ഈ മസ്ജിദിൽ സൂക്ഷിച്ചിരിക്കുന്നുണ്ട്. ഇവിടെ എത്തുന്നവർക്ക് കാണാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. രാമന്തളി ജുമാ മസ്ജിദിന് സമീപം ഏഴിമല തങ്ങൾ എന്നറിയപ്പെടുന്ന സയ്യിദ് ഹമീദ് കോയമ്മ തങ്ങളുടെ മഖാം സ്ഥിതി ചെയ്യുന്നു. 1958 മരണപ്പെട്ട സൂഫി വര്യനായ ഇദ്ദേഹത്തെ വലിയ തങ്ങൾ എന്നാണ് നാട്ടുകാർ ആദരവോടെ വിളിച്ചിരുന്നത്. രാമന്തളിയിലെ ജനങ്ങളെ ആപത്ഘട്ടങ്ങളിൽ സഹായിക്കാൻ ഈ സൂഫി വര്യൻ എന്നും മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. രാമന്തളി ജുമാ മസ്ജിദിന് നേരെ അഭിമുഖമായാണ് ഉറുവന്തട്ട പൂമാല ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 2 വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ടവരുടെ ആരാധനാലയങ്ങൾ ഒരേ പറമ്പിൽ കാണുക എന്ന ഒരു അപൂർവ കാഴ്ച കൂടി നമുക്കിവിടെ കാണാൻ കഴിയും. അങ്ങനെ മതത്തിൻ്റെ അതിർവരമ്പുകളില്ലാതെ മനുഷ്യർ തോളോട് തോളുരുമി വസിക്കുന്ന ഒരു ഗ്രാമമാണ് രാമന്തളി. രാമന്തളിയുടെ സമീപ പ്രദേശമാണ് കുന്നരു. ഉയർന്ന കുന്നുകളും മലകളും നിറഞ്ഞ ഏഴിമലയുടെ അരികിലുള്ള സ്ഥലമായതുകൊണ്ടായിരിക്കാം ഇതിന് കുന്നരു എന്ന പേര് വന്നത്. ധാരാളം നെൽവയലുകളും തെങ്ങിൻ തോപ്പുകളും കുളങ്ങളും കാവുകളും ഒക്കെ കൊണ്ട് തനതായ ഗ്രാമീണ ഭംഗി അതേപടി കാത്തുസൂക്ഷിക്കുന്ന ഒരു ഗ്രാമം. പരശുരാമൻ കുടിയിരുത്തിയതായി പറയപ്പെടുന്ന 14 പ്രാചീന ബ്രാഹ്മണ കുടുംബത്തിലെ സന്തതി പരമ്പരകൾ ഇന്നും ഈ പ്രദേശത്ത് വസിക്കുന്നുണ്ട്. വടക്കിനി പാലക്കീഴില്ലത്ത് ശംഭുവാദ്യാർ നമ്പൂതിരിക്ക് ശബരിമല മേൽശാന്തിയാകാൻ അവസരം കിട്ടിയതും ഈ പ്രദേശത്തിൻ്റെ ഭാഗ്യം ഒന്നുകൊണ്ടാകാം. കുന്നരുവിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് കുന്നരു ശ്രീ മൂകാംബിക ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ പിറവിക്ക് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. കൊല്ലൂർ മൂകാംബികാദേവി ഭക്തരായ കുന്നരുവിലെ കേപ്പൻ, സബോള എന്നീ 2 ബ്രാഹ്മണ ശ്രേഷ്ഠർ 41 ദിവസം ദേവീ സന്നിധിയിൽ വ്രതമനുഷ്ഠിക്കുകയും ഒടുവിൽ പുണ്യനദിയായ സൗവർണികയിൽ നിന്ന് ഒരു സാളഗ്രാമവും ശിവലിംഗവും ലഭിക്കുകയും ചെയ്തു. ദേവീ ദർശനത്തിന് ശേഷം കുന്നരുവിലെ ഇല്ലത്ത് തിരിച്ചു വരികയും ആ 2 വസ്തുക്കളും ഒരു ഉറിയിൽ സൂക്ഷിക്കുകയും ചെയ്തു. ക്രമേണ ഉറി ആടി ഉലയുന്നത് കാണാനിടയായപ്പോൾ പ്രശ്നചിന്ത നടത്തിയ പ്രകാരം സാളഗ്രാമവും ശിവലിംഗവും മൂകാംബികാദേവിയുടെയും വീരഭദ്രസ്വാമിയുടെയും ചൈതന്യങ്ങളാണെന്ന് തെളിഞ്ഞ് അനുയോജ്യമായ രീതിയിൽ ക്ഷേത്രം പണിത് പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. അങ്ങനെയാണ് കുന്നരുവിൽ ശ്രീ മൂകാംബികാദേവി ക്ഷേത്രം ഉദയം കൊണ്ടത്. 2009 നടത്തിയ പ്രശ്നചിന്തയുടെ അടിസ്ഥാനത്തിൽ മൂകാംബികാദേവിയുടെ ശ്രീകോവിലും വീരഭദ്രസ്വാമിയുടെ ക്ഷേത്രവും നവീകരിക്കുകയും അയ്യപ്പൻ്റെ ക്ഷേത്രം പുനർനിർമ്മിക്കുകയും ശ്രീ വനശാസ്താവിൻ്റെ പുനഃപ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. അതുകൂടാതെ ക്ഷേത്രക്കുള നിർമ്മാണം, നാഗപ്രതിഷ്ഠ, ധ്വജപ്രതിഷ്ഠ, ഭഗവതി ക്ഷേത്രം, നടപ്പന്തൽ നിർമ്മാണം മുതലായവ പിന്നീട് പൂർത്തിയാക്കി. കാവുകളും തറവാട്ട് ക്ഷേത്രങ്ങളും കൊണ്ടു നിറഞ്ഞ ഈ പ്രദേശത്തെ മിക്കവാറും എല്ലാ തറവാടുകളിലും അവരവരുടെ കുടുംബ പരദേവതമാരെ എല്ലാ വർഷവും കെട്ടിയാടിക്കാറുണ്ട്. ഇതുകൊണ്ടാകണം ഇവിടെ കൂടുതലായി പ്രശസ്തരായ തെയ്യം കലാകാരന്മാർ ഉണ്ടായിരുന്നത്. ചിറക്കൽ തമ്പുരാൻ ക്ഷേത്രം പണിക്കു വേണ്ടി തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ നിന്നും കൊണ്ടുവന്ന കക്കോട്ടികൾ എന്ന് വെളിപ്പേരുള്ള കരിങ്കൽ ശില്പികൾ താമസിക്കുന്ന ഏക പ്രദേശവും കൂടിയാണ് കുന്നരു. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാകുവാനും ഈ പ്രദേശത്തുകാർക്ക് സാധിച്ചിട്ടുണ്ട്. NV കോരൻ മാസ്റ്ററെ പോലുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളുടെ നാടുകൂടിയാണിത്. ഒരു ചെറിയ ചുറ്റളവിനുള്ളിൽ 5ഓളം വായനശാലകളും ഈ കൊച്ചു പ്രദേശത്തുണ്ട്. ടാഗോർ സ്മാരക വായനശാല, ഗാന്ധി സ്മാരക വായനശാല, മലയാളം വായനശാല, ഓണപ്പറമ്പ് വായനശാല, കല്ലേറ്റുംകടവ് വായനശാല എന്നിവയാണവ. ഏഴിമലയുടെ താഴ്വാരത്തിലുള്ള പ്രകൃതി രമണീയമായ ഒരു പ്രദേശമാണ് മാടായി.
അതുലൻ എന്ന കേരളീയ കവി രചിച്ച മൂഷികവംശം എന്ന സംസ്കൃത മഹാകാവ്യത്തിൽ ഈ പ്രദേശത്തിൻ്റെ പേര് മാരാഹി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മൂഷിക രാജാവായ വല്ലഭനാണ് ഈ പട്ടണം നിർമ്മിച്ചിരിക്കുന്നത് എന്നും ഇതിൽ പരാമർശിച്ചിട്ടുണ്ട്. ഏഴിമലയുടെ താഴെയുള്ള പ്രദേശം മുമ്പ് കടലായിരുന്നു. കടൽ മാറി കരയായ ഭാഗത്തിന് മാട് എന്നാണ് വിളിച്ചിരുന്നത്. അങ്ങനെ കടൽ മാറി മാടായതുകൊണ്ടാണ് ഇവിടം മാടായി എന്നറിയപ്പെടുന്നത്. ഒരു കാലത്ത് ഗ്രീക്ക്, റോമൻ, പോർച്ചുഗീസ് തുടങ്ങി മിക്ക വിദേശ കപ്പൽ കച്ചവടക്കാരുടെയും പ്രധാന വാണിജ്യ കേന്ദ്രമായിരുന്നു മാടായി. ഇവിടെയുണ്ടായിരുന്ന വലിയ തുറമുഖങ്ങളും സമുദ്ര വ്യാപാരങ്ങളും മാടായിയെ വിദേശ കച്ചവടക്കാരുടെ ആകർഷണ കേന്ദ്രമാക്കി മാറ്റി. ഒരു കാലത്ത് മാടായി പ്രദേശം ജൂതന്മാരുടെ കോളനിയായിരുന്നു. AD 70-ാം നൂറ്റാണ്ടിൽ റോമക്കാർ ഇസ്രായേൽ ആക്രമിക്കുകയും ജെറുസലേമിലെ അവരുടെ രണ്ടാമത്തെ ദേവാലയം നിശേഷം തകർക്കുകയും ചെയ്തപ്പോൾ ജൂതന്മാർ പ്രാണരക്ഷാർത്ഥം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പലായനം ചെയ്തു. അക്കൂട്ടത്തിൽ ഒരു കൂട്ടം ജൂതന്മാർ മലബാറിലേക്കും എത്തിപ്പെട്ടു. പോർച്ചുഗീസ് സഞ്ചാരിയായ ഡ്വാർട്ടെ ബർബോസ തൻ്റെ യാത്രാക്കുറിപ്പിൽ മാടായിലെ ജൂതന്മാരെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: നൂറ്റാണ്ടുകളായി ഇവിടെ താമസിച്ചു വരുന്ന ജൂതന്മാർ തദ്ദേശീയരായ സ്ത്രീകളെ വിവാഹം ചെയ്യുകയും അവരുടെ ജീവിത രീതികളുമായി ഇഴചേർന്ന് വരികയും ചെയ്തു. കറുത്ത ജൂതന്മാരായിരുന്നു മാടായിലെത്തിയ ജൂതന്മാർ. ആദ്യം അവർ അവരുടെ ഹീബ്രു ഭാഷയാണ് സംസാരിച്ചിരുന്നുവെങ്കിലും പിന്നീട് സംസാര ഭാഷ ജൂത മലയാളമായി മാറി. മാടായിൽ നിന്നും കണ്ടെത്തിയ ജൂതന്മാരുടെ വിവാഹപ്പാട്ടുകൾ പിന്നീട് ഇവിടുത്തെ മുസ്ലിങ്ങളുടെ വിവാഹപ്പാട്ടുകളുമായി കൂടിക്കലർന്നു വന്നതിന് ധാരാളം തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് ഇവിടുത്തെ ജൂതന്മാരുടെ പിൻതലമുറ പിൽക്കാലത്ത് ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്തിട്ടുണ്ട് എന്നാണ്. ആദ്യകാല ജൂത കോളനികൾ ഇന്നത്തെ മാടായി പള്ളിക്ക് സമീപമായിരുന്നു. എന്നാൽ മാലിക് ബിൻ ദിനാറിൻ്റെയും സംഘത്തിൻ്റെയും വരവോടുകൂടി അവർ തങ്ങളുടെ അധിവാസം മാടായി പാറയിലേക്ക് മാറ്റി. ജൂത കുടിയേറ്റത്തിൻ്റെ അവശേഷിപ്പായി നമുക്കിന്നിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു ജൂതക്കുളവും 20ഓളം ചതുര കിണറുകളുമാണ്. 60 അടി നീളവും 45 അടി വീതിയുമുള്ള ഒരു വാൽക്കണ്ണാടിയുടെ ആകൃതിയുള്ള ഈ കുളം ഇവിടത്തെ കൂറ്റൻ ചെങ്കൽപ്പാറ തുരന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്ത്യയിലേക്കുള്ള ആദ്യ ജൂത കുടിയേറ്റം നടന്നത് എറണാകുളത്തെ മട്ടാഞ്ചേരിയിലാണെന്നാണ് പൊതുവെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ മട്ടാഞ്ചേരിയല്ല, മറിച്ച് മാടായിലാണെന്നാണ് തെളിവുകൾ സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷെ കൊച്ചിയിൽ കാണുന്നത് പോലുള്ള സിനഗോഗുകൾ മാടായിലും ഉണ്ടായിരുന്നിരിക്കാം. പോർച്ചുഗീസുകാരുടെയും മറ്റും വിദേശ ആക്രമണ സമയത്ത് അതൊക്കെ തകർന്നു പോയതാകാനാണ് സാധ്യത. അങ്ങനെ സാധൂകരിക്കാൻ തക്ക തെളിവുകൾ നിരത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ മാടായിക്ക് ഇന്ത്യയിലെ ആദ്യ ജൂത കുടിയേറ്റം നടന്ന സ്ഥലം എന്ന ആ ചരിത്ര പ്രാധാന്യം നഷ്ടപ്പെടില്ലായിരുന്നു. മക്കത്തെ പള്ളിക്കൊപ്പിച്ച പള്ളി, മലനാട്ടിലൊരു പള്ളി, മാടായി പള്ളി. മലബാറിലെ തോറ്റപ്പാട്ടുകളിൽ പോലും പരാമർശിക്കപ്പെട്ടിട്ടുള്ള മാടായി പള്ളി AD 7-ാം നൂറ്റാണ്ടിൽ കേരളം സന്ദർശിച്ച ഇസ്ലാം മതപ്രബോധകനായിരുന്ന മാലിക് ബിൻ ദിനാർ സ്ഥാപിച്ചതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി കൊടുങ്ങല്ലൂരിൽ ഇദ്ദേഹം തന്നെ സ്ഥാപിച്ച ക്ഷേത്ര മാതൃകയിലുള്ള ചേരമാൻ ജുമാ മസ്ജിദാണ്. കേരളത്തിൽ മാലിക് ദിനാർ സ്ഥാപിച്ച ആദ്യത്തെ 10 പള്ളികളിൽ രണ്ടാമത്തേതാണ് മാടായി പള്ളി എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം മെക്കയിൽ നിന്നും നേരിട്ട് കൊണ്ടുവന്ന വെളുത്ത മാർബിൾ പാളിയും നമുക്ക് ഈ പള്ളിക്കകത്ത് കാണാവുന്നതാണ്. 14-ാം നൂറ്റാണ്ടിൽ ഏഴിമല സന്ദർശിച്ച ലോകസഞ്ചാരിയായ ഇബിൻ ബത്തൂത്ത തൻ്റെ യാത്രാക്കുറിപ്പിൽ മാടായി പള്ളിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അദ്ദേഹം ഇതിനെ ഏഴിമല പള്ളി എന്നാണ് വിവരിച്ചിരിക്കുന്നത്. ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ഈ പള്ളി സന്ദർശിക്കാൻ വിശ്വാസികൾക്ക് പുറമെ ധാരാളം ചരിത്ര വിദ്യാർത്ഥികളും ഇവിടെ എത്താറുണ്ട്. കോലത്ത് നാട്ടിലെ ഉദയവർമ്മൻ രാജാവിൻ്റെ ആസ്ഥാനം ഒരു കാലത്ത് മാടായി ആയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെ ആശ്രിതനും അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്തുമായിരുന്നു പ്രാചീന കവിത്രയങ്ങളിൽ ഒരാളായിരുന്ന ചെറുശ്ശേരി നമ്പൂതിരി. പ്രാചീന കവിത്രയങ്ങൾ എന്നറിയപ്പെടുന്നത് തുഞ്ചത്തെഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ, ചെറുശ്ശേരി എന്നിവരായിരുന്നു. ഇവരിൽ പ്രധാനിയായ ചെറുശ്ശേരി നമ്പൂതിരിയുടെ ശുദ്ധ മലയാളത്തിൽ രചിച്ച മധുര മനോഹര മഹാകാവ്യമായ കൃഷ്ണഗാഥ പിറവിയെടുത്തതും ഇവിടെ വെച്ചായിരുന്നു.
ചെറുശ്ശേരി നമ്പൂതിരി കൃഷ്ണഗാഥ രചിച്ചതിൻ്റെ പിന്നിൽ രസകരമായ ഒരു കഥയുണ്ട്. ഒരു ദിവസം ഉദയവർമ്മൻ രാജാവും ചെറുശ്ശേരിയും ചതുരംഗം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കളി അതിൻ്റെ പാരമ്യത്തിൽ എത്തിയപ്പോൾ രാജാവ് ഏതാണ്ട് തോൽക്കുമെന്ന് ഉറപ്പായി. ഇത് കണ്ടുകൊണ്ട് അടുത്തു നിൽക്കുകയായിരുന്ന രാജ്ഞി തൻ്റെ കുഞ്ഞിനെ ഉറക്കാനെന്ന ഭാവേന ഒരു താരാട്ടുപാട്ട് പാടി. ഇത് കേട്ടപ്പോൾ രാജാവിന് കാര്യം പിടികിട്ടി. ആളിനെ ഉന്തി രാജാവ് ആ കളിയിൽ വിജയിച്ചു. തുടർന്ന് രാജാവ് ചെറുശ്ശേരിയോട് ഇതേ ഈണത്തിൽ ഭാഗവതം ദശമസ്കന്ധത്തിലെ കൃഷ്ണാവതാര കഥ രചിക്കാൻ ആവശ്യപ്പെട്ടു. ഇങ്ങനെയാണ് കൃഷ്ണഗാഥ അഥവാ കൃഷ്ണപ്പാട്ട് പിറവിയെടുത്തത്. ഇന്നും ഇവിടെയുള്ള മിക്കവാറും എല്ലാ ഹിന്ദു ഭവനങ്ങളിലും ചിങ്ങമാസത്തിൽ കൃഷ്ണപ്പാട്ട് പാരായണം ചെയ്തു വരാറുണ്ട്. 600 ഏക്കറിലധികം വ്യാപിച്ചു കിടക്കുന്ന ചരിത്രമുറങ്ങുന്ന മാടായിപ്പാറയാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാന ആകർഷണം. 300-ൽ പരം വ്യത്യസ്ത ചെടികളും 38 ഇനം പുൽച്ചെടികളും 98 തരം ചിത്രശലഭങ്ങളും 125 തരം പക്ഷികളും കാണപ്പെടുന്ന ഇവിടം ജൈവ വൈവിധ്യങ്ങളുടെ ഒരു കലവറ തന്നെയാണ്. പ്രാണികളെ ഭക്ഷിക്കുന്ന സസ്യങ്ങളുടെ അപൂർവ ശേഖരവും ഇവിടെയുണ്ട്. ഒരു കാലത്ത് മാടായിപ്പാറ നിറയെ നീല പരവതാനി വിരിച്ച പോലെ കാക്കപ്പൂക്കൾ കാണാമായിരുന്നു. മാവേലി മന്നനെ എതിരേൽക്കാൻ പ്രകൃതി തന്നെ ഒരുക്കുന്ന മനോഹര പൂക്കളം പോലെ. എന്നാൽ ഇന്ന് അതൊക്കെ ഒരു അപൂർവ കാഴ്ചയായി മാറിയിരിക്കുകയാണ്. വേനൽക്കാലത്ത് പാറയിലെ പുല്ലുകൾ ഉണങ്ങി പലപ്പോഴും തീപിടുത്തം ഉണ്ടാകാറുണ്ട്. മുമ്പ് പോർച്ചുഗീസുകാർ ഇവിടം ലാൻഡ് ഓഫ് ബേണിംഗ് ഫയർ എന്നാണ് വിളിച്ചിരുന്നത്. ഇപ്പോഴും ഈ പാറയുടെ കിഴക്കുഭാഗം എരിയുന്ന പുരം എന്ന അർത്ഥം വരുന്ന എരിപുരം എന്നാണ് അറിയപ്പെടുന്നത്. 1765-68 കാലത്ത് സുൽത്താൻ ഹൈദരലിയും പട്ടാളവും തമ്പടിച്ചിരുന്നത് ഇവിടത്തെ പാളയം മൈതാനിയിലായിരുന്നു. കോട്ടയുടെ അവശിഷ്ടങ്ങൾ നമുക്ക് ഇന്നും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കോലത്തിരി രാജാവിൻ്റെ പ്രമുഖ പടനായകനായിരുന്ന മുരിക്കഞ്ചേരി കേളുനായനാരുടെ ആസ്ഥാനവും മാടായിയായിരുന്നു. 2011-ൽ പുറത്തിറങ്ങിയ ഉറുമി എന്ന സിനിമയിലെ പൃഥ്വിരാജിൻ്റെ കേന്ദ്ര കഥാപാത്രം മുരിക്കഞ്ചേരി കേളുനായനാരുടെ ജീവിതത്തെ ആസ്പദമാക്കിയാണ്. മാടായിപ്പാറയിലെ കോട്ടകൾ ഒരു കാലത്ത് ഇദ്ദേഹത്തിൻ്റെ അധീനതയിലായിരുന്നു. ചിറക്കൽ രാജാവുമായുള്ള വാസ്കോഡഗാമയുടെ സൗഹൃദത്തിന് ഏറ്റവും എതിരു നിന്നത് കേളു ആയിരുന്നു. ഉത്തര കേരളത്തിലെ 17 നദികളുടെ പല പ്രധാന പോഷക നദികളും ഉത്ഭവിക്കുന്നത് മാടായിപ്പാറ പോലുള്ള ചെങ്കൽ കുന്നുകളിൽ നിന്നുമാണ്. അതുകൊണ്ട് തന്നെ ഏറെ പാരിസ്ഥിതിക പ്രസക്തിയുള്ള ഒരു പ്രദേശം കൂടിയാണ് മാടായിപ്പാറ. ഇവിടെ നിന്നുള്ള ഏഴിമലയുടെയും അതുപോലെ തന്നെ സൂര്യാസ്തമനത്തിൻ്റെയും മനോഹരമായ കാഴ്ച ആസ്വദിക്കാൻ നിരവധി പേർ നിത്യേന ഇവിടെ എത്താറുണ്ട്. ഉത്തര കേരളത്തിലെ ശാക്തേയ കാവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മാടായിക്കാവ് എന്നറിയപ്പെടുന്ന തിരുവർക്കാട്ടുകാവ് ഭഗവതി ക്ഷേത്രം. കേരളത്തിലെ ആദ്യ ഭദ്രകാളി ക്ഷേത്രം കൊടുങ്ങല്ലൂരും രണ്ടാമത്തേത് മാടായിലുമാണെന്നാണ് പറയപ്പെടുന്നത്. ഈ 2 ക്ഷേത്രങ്ങളിൽ നിന്നും ആവാഹിച്ചു കൊണ്ടുപോയി പ്രതിഷ്ഠിച്ച അനേകം ക്ഷേത്രങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്. കാവിനെ അന്വർത്ഥമാക്കും വിധം കാടിനു നടുവിൽ ഒരു മനോഹര ക്ഷേത്രം. കാവു തീണ്ടിയാൽ കുളം വറ്റും എന്ന പഴമൊഴി കാവുകളുടെ തനിമ നിലനിർത്തുന്നതിൽ നമ്മുടെ പൂർവികർ എത്ര ശ്രദ്ധാലുക്കളായിരുന്നു എന്നതിന് തെളിവാണ്. ഭൗമതാപനത്തെയും അന്തരീക്ഷ മലിനീകരണത്തെയും തടയാൻ കാവുകൾക്കുള്ള കഴിവ് തെളിയിക്കപ്പെട്ടതാണ്. വൻമരങ്ങളും കുറ്റിച്ചെടികളും പള്ളിപ്പടർപ്പുകളും എല്ലാം ചേരുന്ന കാവുകൾ പാമ്പുകൾ, പക്ഷികൾ, ചിത്രശലഭങ്ങൾ, ഇഴജന്തുക്കൾ തുടങ്ങി അനേകായിരം സൂക്ഷ്മജീവികളുടെ ആവാസ വ്യവസ്ഥ കൂടിയാണ്. നാടിൻ്റെ നാഡീമിടിപ്പായ കാവുകളെ സംരക്ഷിക്കാൻ വിശ്വാസവുമായി കൂട്ടിയിണക്കിയാലേ അവയ്ക്ക് നിലനിൽപ്പുണ്ടാകൂ എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാകണം വിശ്വാസപരമായ ബന്ധം കാവുകൾക്കുണ്ടായത്. മാടായിക്കാവിന് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രവുമായി ഒരു ബന്ധമുണ്ട്. ആദ്യം ഈ ഭഗവതിയെ പ്രതിഷ്ഠിച്ചത് തളിപ്പറമ്പ് ക്ഷേത്രത്തിലെ പടിഞ്ഞാറേ ഗോപുരത്തിലായിരുന്നു. എന്നാൽ അവിടുത്തെ ശാന്തപൂജയിൽ തൃപ്തയാകാത്ത ദേവി പല ദുർനിമിത്തങ്ങളും കാണിക്കാൻ തുടങ്ങി.
ഒരിക്കൽ ചിറക്കൽ രാജാവിന് ദേവി സ്വപ്നദർശനം നൽകുകയും തൻ്റെ സ്ഥാനം ഇവിടെയല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. തുടർന്ന് നടത്തിയ പ്രശ്നചിന്തകളിൽ ഭഗവതിക്ക് പറ്റിയ ഉചിതമായ സ്ഥാനം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് ദേവി തന്നെ അവിടെയുണ്ടായിരുന്ന ഒരു പൂജാരിയിൽ ആവേശിക്കുകയും ഉറഞ്ഞു തുള്ളി കത്തിക്കൊണ്ടിരിക്കുകയായിരുന്ന ഒരു വിറകുകൊള്ളിയെടുത്ത് ഏഴിമലയുടെ നേർക്ക് എറിയുകയും ചെയ്തു. ആ തീക്കൊള്ളി വന്ന് പതിച്ച സ്ഥലത്തെ കാടൊക്കെ കത്തിച്ചാമ്പലാകുകയും ഒടുവിൽ തീക്കൊള്ളി മാത്രം അവശേഷിക്കുകയും ചെയ്ത അവിടെയാണ് പിന്നീട് ഭഗവതിയുടെ പ്രതിഷ്ഠ നടത്തിയത്. അങ്ങനെ തിരുവിറക് കാട്ടിയ സ്ഥലത്ത് പ്രതിഷ്ഠിച്ചതിനാലാണത്രേ ഇവിടം തിരുവർക്കാട്ടുകാവ് എന്നറിയപ്പെടുന്നത്. ഭദ്രകാളി ക്ഷേത്രമാണെങ്കിലും ഇവിടുത്തെ ക്ഷേത്രനാഥൻ ശിവനാണ്. കിഴക്കോട്ട് ദർശനമായാണ് ശിവപ്രതിഷ്ഠ. പടിഞ്ഞാറ് ദർശനമായി മാടായിക്കാവിലമ്മയെയും വടക്കോട്ട് ദർശനമായി സപ്തമാതൃക്കളെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. വർഷത്തിൽ ഒരു തവണ മാത്രം ശാന്തപൂജയും ബാക്കി എല്ലാ ദിവസവും ശാക്തേയ പൂജയുമാണ് ഇവിടെ നടന്നു വരുന്നത്. ചിറക്കൽ രാജാവ് ഉത്തരേന്ത്യയിൽ നിന്നും കൊണ്ടുവന്ന ബംഗാളി ഒറിയ ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെടുന്ന പിടാരന്മാർ എന്ന ശാക്തേയ ബ്രാഹ്മണരാണ് ഇവിടെ പൂജ നടത്തി വരുന്നത്. ഭിക്ഷാരകൻ എന്ന പദം ലോപിച്ചാണ് പിടാരന്മാർ ആയതെന്ന് കരുതപ്പെടുന്നു. ഇവർ മത്സ്യമാംസാദികൾ കഴിക്കുന്നവരാണ്. പത്തില്ലത്തുകാരായ ഇവരെ ശാക്തേയ പൂജ നടത്താൻ പരശുരാമൻ നിയോഗിച്ചതാണെന്നാണ് ഐതിഹ്യം. മാടായിക്കാവിൽ ദാരികവധം കഴിഞ്ഞുള്ള ഉഗ്രരൂപിണിയായാണ് ഭഗവതിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ദേവീ മഹാത്മ്യത്തിൽ ദുർഗയുടെ രൗദ്രഭാവമായാണ് ഭദ്രകാളിയെ ചിത്രീകരിച്ചിരിക്കുന്നത്. പുറത്തേക്ക് നീട്ടിയ നാവ്, ഒരു കൈയിൽ ശരീരം വേർപെട്ട തല, വാർന്നൊഴുകുന്ന രക്തം, കഴുത്തിൽ തലയോട്ടിമാല. കാളിയുടെ ഈ ഭയാനക രൂപത്തെ ആരാധിക്കുന്നതിൻ്റെ പിന്നിലെ രഹസ്യം നമ്മെ ഭയപ്പെടുത്തുന്ന രൂപത്തെ പൂജിക്കുമ്പോൾ നമ്മുടെ ഭയം അപ്രത്യക്ഷമാകുന്നു എന്നാണ്. 51 തലയോട്ടികൾ 51 അക്ഷരങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അജ്ഞാനത്തിൻ്റെ ഇരുൾ മാറ്റി ജ്ഞാനം പ്രകാശിപ്പിക്കുന്നവളാണ് ഭദ്രകാളി. അങ്ങനെ കാളിയുടെ അനുഗ്രഹത്താൽ പാണ്ഡിത്യം നേടിയ ആളാണ് വിക്രമാദിത്യ സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളായ ഭാരതീയ കവികൾ ഇന്ത്യൻ ഷേക്സ്പിയർ എന്ന് വിശേഷിപ്പിച്ച മഹാകവി കാളിദാസൻ. കാളിദാസന് പാണ്ഡിത്യം ലഭിച്ചതിൻ്റെ പിന്നിൽ രസകരമായ ഒരു കഥയുണ്ട്. രുദ്രൻ എന്നായിരുന്നു കാളിദാസൻ്റെ ആദ്യത്തെ പേര്. ഒരു മരമണ്ടനായിരുന്ന കാളിദാസൻ കല്യാണം കഴിച്ചത് ഒരു പണ്ഡിതയായ യുവതിയായിരുന്നു. ആദ്യ രാത്രി തന്നെ തൻ്റെ ഭർത്താവ് ഒരു മരമണ്ടനാണെന്ന് മനസ്സിലാക്കിയ ഭാര്യ അദ്ദേഹത്തെ വീട്ടിൽ നിന്നും പറഞ്ഞു വിട്ടു. ഇതിൽ മനംനൊന്ത് വിഷമിച്ച് നടന്ന കാളിദാസൻ ഒരു വൃദ്ധയുടെ ഉപദേശപ്രകാരം വിദ്യ നേടുന്നതിനായി ഉജ്ജയിനിയിലെ ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് എത്തി. സമയം അർദ്ധരാത്രി. ഭഗവതി ക്ഷേത്രത്തിലുണ്ടായിരുന്നില്ല. തുറന്നു കിടന്ന ക്ഷേത്രത്തിനകത്തേക്ക് കാളിദാസൻ പ്രവേശിച്ചു വാതിലടച്ചു. മടങ്ങി വന്ന ഭദ്രകാളി വാതിലടച്ചത് കണ്ട് അകത്താര് എന്ന് ചോദിച്ചു. അപ്പോൾ കാളിദാസൻ പുറത്താര് എന്ന് തിരിച്ചു ചോദിച്ചു. പുറത്ത് കാളി എന്ന് മറുപടി പറഞ്ഞപ്പോൾ അകത്ത് ദാസൻ എന്ന് കാളിദാസനും മറുപടി പറഞ്ഞു. ഇത് കേട്ട് പ്രസാദിച്ച കാളി, കാളിദാസ, നിനക്ക് എന്തു വേണം എന്ന് ചോദിച്ചു. എനിക്ക് വിദ്യ തന്നാലേ ഞാൻ വാതിൽ തുറക്കൂ എന്ന് പറഞ്ഞ കാളിദാസനോട് ദേവി വാതിലിനിടയിലൂടെ നാക്ക് പുറത്തു നീട്ടാൻ ആവശ്യപ്പെട്ടു. ഉടൻ തന്നെ തൻ്റെ ശൂലാഗ്രം കൊണ്ട് വിദ്യാമന്ത്രം നാവിന്മേൽ എഴുതി കൊടുക്കുകയും പൊടുന്നനെ കാർമേഘം നീങ്ങി പൂർണ്ണചന്ദ്രൻ തെളിഞ്ഞതുപോലെ കാളിദാസന്റെ മന്ദതയൊക്കെ മാറുകയും അദ്ദേഹത്തിന് പാണ്ഡിത്യം ലഭിക്കുകയും ചെയ്തു. ഉടൻ തന്നെ വാതിൽ തുറന്ന് ഭഗവതിയെ നമസ്കരിച്ചുകൊണ്ട് ഒരു സ്തോത്രം ചൊല്ലി. ഇതാണ് ശ്യാമളാദണ്ഡകം എന്ന പേരിൽ അറിയപ്പെടുന്ന കാളിദാസന്റെ ആദ്യ കൃതി. അങ്ങനെ പണ്ഡിതനായ കാളിദാസൻ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തിൽ പ്രകടമായ മാറ്റം കണ്ട് അത്ഭുതപ്പെട്ട ഭാര്യ അസ്തി കശ്ചിത് വാഗർത്ത എന്ന് ചോദിച്ചു. അതായത്, താങ്കൾക്ക് ഈ ദിവ്യജ്ഞാനം എവിടുന്ന് കിട്ടിയെന്ന്. അങ്ങനെ തൻ്റെ ഭാര്യ പറഞ്ഞ ആ 3 പദങ്ങൾ ഉപയോഗിച്ചാണ് കാളിദാസൻ തൻ്റെ പ്രസിദ്ധങ്ങളായ കുമാരസംഭവം, മേഘസന്ദേശം, രഘുവംശം തുടങ്ങിയ കൃതികൾ രചിച്ചത്. കാളിദാസനെ ദേവി വിദ്യ പകർന്നു നൽകിയ ഉജ്ജയിനിലെ കാളീക്ഷേത്രം ഏറെ പ്രസിദ്ധമാണ്. മാടായിക്കാവിലെ വിഗ്രഹപ്രതിഷ്ഠയ്ക്കുമുണ്ട് ഒരു പ്രത്യേകത. ഇവിടത്തെ മൂലവിഗ്രഹവും സപ്തമാതൃക്കളെയും കടുശർക്കര യോഗത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്.
അതിസങ്കീർണമായ ഒരു വിഗ്രഹ നിർമ്മാണ പ്രക്രിയയാണ് ഈ കടുശർക്കര യോഗം. ഇതിനായി ഉപയോഗിക്കുന്നത് വിവിധതരം മണ്ണുകൾ, കല്ലുകൾ, മുത്തുച്ചിപ്പി, പാൽ, തേൻ, തൈര്, ഗോരോചനം, ഗംഗാജലം, ശംഖ് അങ്ങനെ 68ഓളം അപൂർവ ഔഷധക്കൂട്ടുകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ആദ്യ പ്രക്രിയ മണ്ണ് ശുദ്ധീകരണമാണ്. 3 നദികളോ 5 നദികളോ സംഗമിക്കുന്ന സ്ഥലത്തെ ഒരു പ്രത്യേകതരം നേർമയുള്ള ചുവന്ന മണ്ണാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. താമ്രപുല്ല എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഈ മണ്ണ് 9 കൂട്ടം കഷായത്തിൽ 10 ദിവസം വീതം ഇട്ട് അങ്ങനെ 90 ദിവസം ഇട്ട് ശുദ്ധീകരിച്ചെടുക്കുന്നു. പിന്നീട് ഈ വിഗ്രഹത്തിന് വേണ്ടുന്ന നാഡീഞരമ്പുകളും അസ്ഥികളും ഉണ്ടാക്കിയെടുക്കുന്നു. നാഡീഞരമ്പുകൾക്കായി ചകിരിനാരാണ് ഉപയോഗിക്കുന്നത്. ശൂലം എന്ന് വിളിക്കുന്ന അസ്ഥികൾക്കായി കരിങ്ങാലി, ദേവതാരം, ചന്ദനം ഇവയിലേതെങ്കിലും മരവുമാണ് ഉപയോഗിക്കുന്നത്. പിന്നീട് ഈ നാഡീഞരമ്പുകളെ അസ്ഥികളുമായി കൂട്ടിയിണക്കുന്നു. ഇതിനായി തിരുവട്ടപ്പശ, കൂവളപ്പശ തുടങ്ങിയ മരപ്പശകളാണ് ഉപയോഗിക്കുന്നത്. ഇതിനു ശേഷമാണ് ഔഷധക്കൂട്ടുകളുടെ ലേപനം ഈ വിഗ്രഹത്തിന് മേൽ നടത്തുന്നത്. അതിനുശേഷം ഈ വിഗ്രഹത്തെ സ്വാഭാവികമായി ഉണങ്ങാൻ അനുവദിക്കുന്നു. അങ്ങനെ ഏറ്റവും കുറഞ്ഞത് 5 വർഷമെങ്കിലും എടുക്കും ഒരു വിഗ്രഹം പൂർത്തീകരിക്കാൻ. സാധാരണയായി ഈ വിഗ്രഹങ്ങൾ അലിഞ്ഞു പോകാൻ സാധ്യതയുള്ളതിനാൽ ഇതിൽ അഭിഷേകം ചെയ്യാറില്ല. തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമിയുടെ വിഗ്രഹം കടുശർക്കര യോഗത്തിലാണ്. കേരളത്തിൽ 3-4 ക്ഷേത്രങ്ങളിൽ മാത്രമേ കടുശർക്കര പ്രതിഷ്ഠ നിലവിലുള്ളൂ. കന്യാകുമാരി ജില്ലയിലെ തിരുവട്ടാർ ആദികേശവന്റെ 22 അടിയുള്ള വിഗ്രഹമാണ് ലോകത്തിലെ ഏറ്റവും വലിയ കടുശർക്കര വിഗ്രഹം. മാടായിക്കാവിലെ പ്രധാന വഴിപാട് ശത്രുസംഹാര പൂജയും സർവാഭീഷ്ട സിദ്ധിക്കുള്ള അകപൂജയുമാണ്. ഇവിടെ ഭക്തർക്ക് പ്രസാദമായി നൽകുന്ന കുരുമുളക് ചേർത്ത കോഴിയിറച്ചി ഏറെ വിശേഷപ്പെട്ടതാണ്. മീനമാസത്തിലെ 9 ദിവസം നീണ്ടു നിൽക്കുന്ന വസന്തോത്സവം എന്നറിയപ്പെടുന്ന പൂരമഹോത്സവമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാന ആഘോഷം. ദേവി ദാരിക യുദ്ധം അനുസ്മരിപ്പിക്കുന്ന വാൾപ്പയറ്റും തുടർന്ന് ആനന്ദ നൃത്തമായ പൂരക്കളിയും ഇതിനോടനുബന്ധിച്ച് നമുക്ക് കാണാവുന്നതാണ്. മാടായിക്കാവുമായി ഏറെ ബന്ധപ്പെട്ടു കിടക്കുന്ന മറ്റൊരു ക്ഷേത്രമാണ് മാടായിപ്പാറയുടെ മുകളിലുള്ള വടുകുന്ത ശിവക്ഷേത്രം. മാടായിക്കാവിലെ പൂരോത്സവ സമാപന ദിവസം ദേവീ വിഗ്രഹം എഴുന്നള്ളിച്ച് വടുകുന്ത തടാകത്തിൽ ആറാട്ടിനെത്തിക്കുന്നു. ഇവിടെയുള്ള മണിദ്വീപിലാണ് ആറാട്ടിനെത്തുന്ന ദേവിയെ എഴുന്നള്ളിച്ചിരുത്തുന്നത്. ഏതു കൊടിയ വേനലിലും വറ്റാതെ നിൽക്കുന്ന ഈ തടാകത്തിന് ഒരു ദിവ്യ ചൈതന്യത്തിൻ്റെ കഥ കൂടി പറയാനുണ്ട്. ദാരികൻ എന്ന അസുരൻ 3 ലോകവും കൈയടക്കി ദേവന്മാരെയൊക്കെ ഉപദ്രവിച്ച് നടക്കുന്ന കാലം. ഉപദ്രവം സഹിക്കാവയ്യാതെ ദേവന്മാർ പരമശിവനെ സമീപിച്ചു. തുടർന്ന് പരമശിവൻ ദാരികനെ നിഗ്രഹിക്കുന്നതിന് വേണ്ടി തൻ്റെ തൃക്കണ്ണിൽ നിന്നും ഭദ്രകാളിയെ സൃഷ്ടിച്ചു. കാളി തൻ്റെ വാഹനമായ വേതാളിയുടെ പുറത്തു കയറി യുദ്ധത്തിനായി പുറപ്പെട്ടു. എന്നാൽ ദാരികനാകട്ടെ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് വിചിത്രങ്ങളായ പല വരങ്ങളും സ്വായത്തമാക്കിയിരുന്നു. അതായത് താൻ ഒരാണോ ഒരായുധമോ കൊണ്ട് കൊല്ലപ്പെടരുത്, തൻ്റെ മരണം ആകാശത്തോ ഭൂമിയിലോ വെച്ച് പാടില്ല, അതുപോലെ തന്നെ രാത്രിയോ പകലോ കൊല്ലാൻ പാടില്ല. ഇങ്ങനെയുള്ള വരങ്ങളൊക്കെ ചോദിച്ചു വാങ്ങിയ ദാരികനോട് ബ്രഹ്മാവ് ചോദിച്ചു, യുദ്ധത്തിൽ സ്ത്രീകളാൽ കൊല്ലപ്പെടരുത് എന്ന വരം എന്താണ് ചോദിക്കാത്തത്? ഇത് കേട്ട് ദാരികൻ മറുപടി പറഞ്ഞു, അങ്ങനെ ഒരു വരം ചോദിക്കുന്നത് തന്നെ അപഹാസ്യമാണ്. ചപലകളായ സ്ത്രീകൾ എന്നെ കണ്ടാൽ തന്നെ ഓടിയൊളിക്കും. അങ്ങനെ തന്നെ ആർക്കും കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്ന് അഹങ്കരിച്ചു നടന്ന ദാരികന്റെ മുന്നിലേക്കാണ് കാളി പ്രത്യക്ഷപ്പെട്ടത്. യുദ്ധം തുടങ്ങി. ദിവസങ്ങൾ നീണ്ടുനിന്ന യുദ്ധത്തിനൊടുവിൽ ക്ഷീണിച്ചവശനായ ദാരികനെ ദേവി കോരിയെടുത്ത് മുകളിലേക്കെറിഞ്ഞ് തൻ്റെ നീട്ടിപ്പിടിച്ച ത്രിശൂലത്തിൽ കുത്തിത്തറപ്പിച്ച് ത്രിസന്ധ്യാ നേരം നോക്കി ആകാശത്തും ഭൂമിയിലും അല്ലാത്തിടത്ത് വെച്ച് തൻ്റെ വാഹനമായ വേതാളിയുടെ പുറത്തേക്ക് നീട്ടിപ്പിടിച്ച നാവിൽ കിടത്തി തൻ്റെ കൂർത്ത നഖങ്ങൾ കൊണ്ട് തന്നെ ദാരികനെ പിച്ചി ചീന്തി കൊന്നുകളഞ്ഞു. എന്നിട്ടും കലിയടങ്ങാത്ത കാളി ദാരികൻ്റെ വെട്ടിയെടുത്ത ശിരസ്സുമായി ആർത്തലച്ച് ഭൂമി മുഴുവൻ ഓടി നടന്നു. ഒടുവിൽ സാക്ഷാൽ പരമശിവൻ തന്നെ
ദേവിയുടെ കോപമടക്കാനായി ഒരു വടുവിൻ്റെ രൂപത്തിൽ അതായത് ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ രൂപത്തിൽ മാർഗമധ്യേ കിടന്നു. മാത്രമല്ല ദേവിക്ക് നീരാടാനായി തൻ്റെ ത്രിശൂലം കൊണ്ട് മാടായി പാറയുടെ പുറത്ത് ഒരു തെളിനീർ തടാകവും സൃഷ്ടിച്ചു. അങ്ങനെ ഭഗവാൻ തന്നെ തൻ്റെ കൈകൊണ്ട് സൃഷ്ടിച്ചെടുത്താണ് ഈ വടുകുന്ത തടാകമെന്നാണ് ഐതിഹ്യം. ഇന്നും മീനമാസത്തിലെ പൂരോത്സവ നാളിൽ മാടായിക്കാവിലമ്മ 10,000-കണക്കിന് ഭക്തരുടെ സാന്നിധ്യത്തിൽ ഈ വടുകുന്ത തടാകത്തിൽ നീരാടി ഈ ദേശത്തിൻ്റെയും ഭക്തരുടെയും മനസ്സ് കുളിർപ്പിക്കുന്നു. യുഗയുഗാന്തരങ്ങളായി അധർമ്മത്തെ അമർച്ച ചെയ്ത് ധർമ്മം സംരക്ഷിക്കാൻ ദൈവങ്ങൾ ഭൂമിയിൽ അവതരിച്ച് മനുഷ്യരെ പരീക്ഷിക്കുകയും പരിരക്ഷിക്കുകയും ചെയ്ത പല കഥകളും നാം കേട്ടിട്ടുണ്ട്. അവതാര ലക്ഷ്യം നിറവേറ്റുന്നതിൻ്റെ ഭാഗമായി അമാനുഷിക കൃത്യങ്ങൾ ചെയ്യുകയും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുമ്പോഴാണ് അവരുടെ ദൈവികത മനസ്സിലാക്കുകയും അതുവഴി ആരാധനാപാത്രങ്ങളാവുകയും ചെയ്യുന്നത്. ഉത്തര കേരളത്തിൽ കെട്ടിയാടപ്പെടുന്ന തെയ്യക്കോലങ്ങളുടെ പുരാവൃത്തങ്ങളിൽ പലതും ഈ കാര്യത്തെ സാധൂകരിക്കുന്നതാണ്. കണ്ണൂരുകാരുടെ സ്വകാര്യ അഹങ്കാരമാണ് അവരുടെ പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ. മുത്തപ്പന് മുന്നിൽ നിറകണ്ണുകളോടെ ഭക്തർ അവരുടെ സങ്കടങ്ങളുമായി ജാതി മതത്തിന് അതീതമായി എത്താറുണ്ട്. സങ്കടങ്ങൾ വരുമ്പോൾ മുത്തപ്പ എന്ന് വിളിച്ചു അല്ലേ, ആ വിളിപ്പുറത്ത് ഞാൻ ഉണ്ടാകും കൂടെ എന്ന അനുഗ്രഹവർഷം ചൊരിഞ്ഞ് വിശ്വാസത്തിൻ്റെ മറ്റൊരു കൊടുമുടിയിലേക്ക് നമ്മളെ നയിക്കാൻ മറ്റൊരാൾക്കുമില്ലാത്ത ശക്തിയാണ് മുത്തപ്പന്. തെയ്യക്കോലങ്ങളിൽ ജനങ്ങളിലേക്കിറങ്ങി അവരിൽ ഒരാളായി ഒരു കാരണവരുടെ അധികാരത്തോടെ കുശലാന്വേഷണം നടത്തുന്ന ഏക ദൈവം കൂടിയാണ് മുത്തപ്പൻ. നാം പറയാതെ തന്നെ നമ്മുടെ മനസ്സിലെ സങ്കടം മനസ്സിലാക്കി സാന്ത്വന വാക്കുകളാൽ ആവലാതി അകറ്റാനും ആയുരാരോഗ്യം നേരാനും വടക്കേ മലബാറുകാർക്ക് മുത്തപ്പനല്ലാതെ മറ്റൊരു ദൈവമില്ല. കണ്ണൂർ ജില്ലയിലെ പയ്യാവൂരിലെ അയ്യങ്കരമന എന്ന പ്രശസ്തമായ ബ്രാഹ്മണ കുടുംബത്തിലെ ദമ്പതികളായ അയ്യങ്കര വാഴുന്നോർക്കും പത്നിയായ പാടിക്കുറ്റിയമ്മയ്ക്കും കുട്ടികളുണ്ടായിരുന്നില്ല. ശിവഭക്തിയായ അമ്മ ഒരു കുഞ്ഞിനു വേണ്ടി നിത്യേന പല വഴിപാടുകളും ചെയ്തു പോന്നു. ഒരു ദിവസം വീടിന് സമീപമുള്ള തിരുവഞ്ചിറയിൽ കുളിച്ചുകൊണ്ടിരിക്കെ തൊട്ടരികിൽ ഒരു പാറപ്പുറത്ത് തേജോമയനായ ഒരു പിഞ്ചു കുഞ്ഞിനെ കാണാനിടയായി. ഉടൻ തന്നെ എല്ലാം മറന്ന ആ അമ്മ ആ കുഞ്ഞിനെ വാരിപ്പുണർന്ന് മനയിലേക്കോടി. തുടർന്ന് ആ കുഞ്ഞ് അയ്യങ്കര മനയുടെ ഓമനപുത്രനായി വളർന്നു വന്നു. വളർന്നു വലുതായപ്പോൾ അവൻ്റെ ചങ്ങാത്തം തൊട്ടടുത്തുള്ള കീഴ്ജാതിയിലുള്ള കുട്ടികളോടൊപ്പമായിരുന്നു. അമ്പും വില്ലുമെടുത്ത് വനങ്ങളിൽ ചെന്ന് നായാടി മത്സ്യമാംസാദികൾ ചുട്ടുതിന്നുകയായിരുന്നു അവൻ്റെ പ്രധാന വിനോദം. മനയിലെ ചിട്ടകൾക്കെതിരായിരുന്നു മകൻ്റെ പ്രവൃത്തികളെല്ലാം. ഇതിൽ മനംനൊന്ത മാതാപിതാക്കൾ മകനെ ശാസിച്ചു. തുടർന്ന് മകൻ തൻ്റെ അവതാരോദ്ദേശം മാതാപിതാക്കളോട് വെളിപ്പെടുത്തുകയും തൻ്റെ വിശ്വരൂപം അവർക്ക് കാട്ടിക്കൊടുക്കുകയും ചെയ്തു. വീട് വിട്ടിറങ്ങിയ മുത്തപ്പൻ നേരെ ചെന്നത് കുന്നത്തൂർ പാടിയിലേക്കായിരുന്നു. വഴിമധ്യേ ഒരു പനയുടെ മുകളിൽ കയറി നല്ല പനങ്കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ മുത്തോരാൻ ചന്ദൻ എന്ന തീയ യുവാവ് തൻ്റെ പനയിൽ കയറി കള്ളു മോഷ്ടിച്ച ആളിനെ ലക്ഷ്യമാക്കി അമ്പെയ്തു.
തൻ്റെ നേരെ അമ്പെയ്ത ചന്ദനെ മുത്തപ്പൻ ശപിച്ച് കല്ലാക്കി മാറ്റി. ഭർത്താവിനെ കാണാതെ വിഷമിച്ചു വന്ന ചന്ദൻ്റെ ഭാര്യ കല്ലായി മാറിയ തൻ്റെ ഭർത്താവിനെ കണ്ട് നിലവിളിച്ചു. പനയുടെ മുകളിൽ കണ്ട മുത്തുപോലുള്ള ദിവ്യരൂപത്തോട് എൻ്റെ മുത്തപ്പ കാത്തുരക്ഷിക്കണേ എന്ന് വിളിച്ചു കരഞ്ഞു. തൻ്റെ പക്കൽ ആകെ ഉണ്ടായിരുന്ന പയറും കടലയും ചുട്ട മത്സ്യവും ഒരു കുടം കള്ളും വെച്ചുകൊടുത്തു. സംപ്രീതനായ മുത്തപ്പൻ ചന്ദനെ പഴയ രൂപത്തിലാക്കി. ചന്ദൻ്റെ ഭാര്യ നേദിച്ചതാണ് ആദ്യ പൈങ്കുറ്റി. മുത്തപ്പൻ്റെ പ്രധാന നൈവേദ്യത്തിന് പറയുന്ന പേരാണ് പൈങ്കുറ്റി. ഇന്നും മുത്തപ്പൻ്റെ പ്രധാന നൈവേദ്യം ചന്ദൻ്റെ ഭാര്യ നേദിച്ച കടലയും പയറും കള്ളും ചുട്ട മത്സ്യവും തന്നെയാണ്. കുന്നത്തൂരിൽ ഏതാനും വർഷം താമസിച്ചതിനു ശേഷം മുത്തപ്പൻ തൻ്റെ അവതാര ലക്ഷ്യ പൂർത്തീകരണത്തിനായി കൂടുതൽ അനുയോജ്യമായ ഒരിടത്തേക്ക് മാറാൻ തീരുമാനിച്ചു. ഒരമ്പ് ആകാശത്തേക്ക് തൊടുത്തുവിടുകയും ആ അമ്പ് തറച്ച പ്രദേശത്തിലാണ് ഇന്ന് കാണുന്ന പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം. കലിയുഗത്തിലെ വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും അവതാരമായാണ് മുത്തപ്പനെ വിശേഷിപ്പിക്കുന്നത്. തിരുവപ്പൻ വിഷ്ണുവിൻ്റെയും മുത്തപ്പൻ ശിവൻ്റെയും അവതാരമാണ്. നായയില്ലെങ്കിൽ മുത്തപ്പനില്ല, മുത്തപ്പനില്ലെങ്കിൽ നായയുമില്ല. പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിൽ ഭക്തരെ സ്വീകരിക്കുന്നത് തന്നെ മുത്തപ്പൻ്റെ ഇഷ്ടത്തോഴരായ നായ്ക്കളാണ്. മുത്തപ്പൻ്റെ പ്രധാന നൈവേദ്യം ആദ്യം നായ്ക്കൾക്കാണ് സമർപ്പിക്കുന്നത്. അതിനുശേഷമാണ് ഭക്തർക്ക് വിതരണം ചെയ്യുന്നത്. ക്ഷേത്രത്തിലെ നായ്ക്കളുടെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ട് പല വിശ്വാസങ്ങളുമുണ്ട്. ഏതാനും വർഷം മുമ്പ് നായ്ക്കളുടെ എണ്ണം പെരുകിയതുകൊണ്ട് കുറച്ചു നായ്ക്കളെ ക്ഷേത്രഭാരവാഹികൾ ഇവിടെ നിന്നും ദൂരെ കൊണ്ട് കളഞ്ഞു. പക്ഷേ അന്നു മുതൽ ഇവിടെ മുത്തപ്പൻ കെട്ടിയാടാൻ നിയോഗിച്ച ആൾക്ക് മുത്തപ്പൻ കെട്ടിയാടാൻ കഴിഞ്ഞില്ല. മാത്രമല്ല പല ദുർനിമിത്തങ്ങളും ഇവിടെ കാണുവാനിടയായി. തുടർന്ന് തെറ്റ് മനസ്സിലാക്കിയ ക്ഷേത്രഭാരവാഹികൾ നായ്ക്കളെ ക്ഷേത്രത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം മാത്രമാണ് ക്ഷേത്രം ഇവിടെ പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു വന്നത്. കണ്ണൂരിൽ ഇന്ത്യൻ റെയിൽവേക്കുമുണ്ട് സ്വന്തമായി ഒരു മുത്തപ്പൻ, റെയിൽവേ മുത്തപ്പൻ. ചരിത്രത്തിലാദ്യമായി ഒരു സർക്കാർ സ്ഥാപനം ഇത്രയും ശക്തവും പ്രശസ്തവുമായ രീതിയിൽ ഒരു മുത്തപ്പൻ ക്ഷേത്രം ആരംഭിക്കുന്നതിന് കാരണമായി തീർന്ന കഥ ഏറെ കൗതുകകരമാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർക്കായി കൊണ്ടുവന്ന മദ്യക്കുപ്പികൾ ഏതാനും ചിലത് മോഷ്ടിക്കപ്പെട്ടു. കുറ്റം ആരോപിച്ച് സ്റ്റേഷൻ മാസ്റ്ററെയും മറ്റ് ജീവനക്കാരെയും ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്ന ജീവനക്കാർ തങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ പറശ്ശിനി മുത്തപ്പനെ മനംനൊന്തു പ്രാർത്ഥിച്ചു. മാസത്തിലൊരിക്കൽ മുത്തപ്പൻ്റെ പ്രധാന വഴിപാടായ പയങ്കുറ്റി നടത്താമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. അധികം വൈകാതെ തന്നെ യഥാർത്ഥ മോഷ്ടാവിനെ മോഷണ മുതൽ സഹിതം പിടികൂടാൻ സാധിക്കുകയും സ്റ്റേഷൻ മാസ്റ്ററെയും മറ്റ് ജീവനക്കാരെയും തിരിച്ച് ജോലിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. അന്നു മുതൽ തങ്ങളെ അപമാന ഭാരത്തിൽ നിന്നും രക്ഷിച്ച് ജോലി തിരിച്ചു നൽകിയ ഭക്തവത്സലനായ മുത്തപ്പന് വേണ്ടി ജീവനക്കാർ സ്റ്റേഷൻ വളപ്പിലെ മാവിൻ ചുവട്ടിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുകയും വഴിപാട് നടത്തുകയും ചെയ്തു. പിന്നീട് ഭക്തരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചതിനെ തുടർന്ന് സ്റ്റേഷനു സമീപം തന്നെ റെയിൽവേയുടെ അനുമതിയോടെ ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു. എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ മുത്തപ്പൻ വെള്ളാട്ടം നടന്നു വരാറുണ്ട്. റെയിൽവേ ജീവനക്കാരാണ് ഇവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ഇന്ന് പാലക്കാട് ഷൊർണൂർ മുതൽ മംഗലാപുരം വരെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും നമുക്ക് റെയിൽവേ മുത്തപ്പൻ ക്ഷേത്രങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. ഷൊർണൂർ, വടകര, മാഹി, കണ്ണൂർ, പാപ്പിനിശ്ശേരി, പഴയങ്ങാടി, കണ്ണപുരം, പയ്യന്നൂർ, ചെറുവത്തൂർ, നീലേശ്വരം, കാഞ്ഞങ്ങാട്, മംഗലാപുരം തുടങ്ങി എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും ഇന്ന് റെയിൽവേ മുത്തപ്പൻ ക്ഷേത്രം നമുക്ക് കാണാവുന്നതാണ്. ഒരു കണ്ണൂരുകാരനും തൻ്റെ നാടിനെക്കുറിച്ച് പറയുമ്പോൾ പറശ്ശിനിയെയും മുത്തപ്പനെയും ഉൾപ്പെടുത്താതെ സംസാരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം അവരുടെ ജീവിതത്തെ അത്രയേറെ സ്വാധീനിക്കുന്നുണ്ട് മുത്തപ്പൻ. ഒരു പുതിയ ഗൃഹം നിർമ്മിച്ചാലും പുതിയ ജോലിയിലേക്ക് പ്രവേശിച്ചാലും ഉദ്ദിഷ്ടകാര്യം സാധിച്ചാലും എല്ലാവരും പ്രാർത്ഥനയായി മുത്തപ്പൻ വെള്ളാട്ടം വീടുകളിൽ നടത്താറുണ്ട്. ജാതി മത വർണ്ണ വ്യത്യാസമില്ലാതെ സർവരെയും സ്വീകരിക്കുന്ന പറശ്ശിനി മടപ്പുര അതിൻ്റെ ആതിഥ്യ മര്യാദയിലും മറ്റ് ആരാധനാലയങ്ങളെക്കാൾ ഒരുപടി മുന്നിൽ തന്നെയാണ്.
ഇവിടെ എത്തുന്ന ഭക്തർക്ക് ഏതു നേരവും ചായയും പയർ പുഴുങ്ങിയതും ഉച്ചയ്ക്കും രാത്രിയിലും ചോറും ഇവിടെ പ്രസാദമായി ലഭിക്കുന്നു. അതുപോലെ ഇവിടുത്തെ വഴിപാടുകളും വളരെ ജനകീയമാണ്. 25 പൈസക്ക് വരെ നടത്താവുന്ന വഴിപാടുകളുണ്ട് ഇവിടെ. ഇത് പറശ്ശിനിയുടെയും മുത്തപ്പൻ്റെയും മാത്രം പ്രത്യേകതകളാണ്. പ്രൗഢമായ ഒരു ഭൂതകാലമുണ്ട് പയ്യന്നൂർ എന്ന പ്രദേശത്തിന്. ഇത് വെളിവാക്കുന്നതാണ് പയ്യന്നൂർ പാട്ട് എന്ന കൃതി. ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് പയ്യന്നൂരിൽ നിന്നും കണ്ടെത്തിയ ഈ താളിയോല ഗ്രന്ഥമാണ് തനി മലയാളത്തിൽ രചിക്കപ്പെട്ട ഏറ്റവും പ്രാചീനമായ കൃതിയെന്ന് പൊതുവെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ഈ കൃതിയുടെ പ്രാധാന്യം മനസ്സിലാക്കിയ ഡോക്ടർ ഗുണ്ടർട്ട് താൻ ഉന്നത വിദ്യാഭ്യാസം നടത്തിയ ജർമ്മനിയിലെ ട്യൂബിംഗൻ സർവകലാശാലയ്ക്ക് ഈ കൃതി സംഭാവന നൽകി. ജർമ്മനിയിലെ സ്റ്റുട്ട്ഗാർട്ടിൽ നിന്നും മതപ്രചാരണത്തിനായി ഇന്ത്യയിലെത്തിയ ഗുണ്ടർട്ട് ഏറെക്കാലം ചിലവഴിച്ചത് തലശ്ശേരിയിലായിരുന്നു. മലയാളിയേക്കാളും നന്നായി മലയാളത്തെ സ്നേഹിക്കുകയും പഠിക്കുകയും ചെയ്ത ഗുണ്ടർട്ട് മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറി വരെ നിർമ്മിച്ചു. ഡോക്ടർ ഗുണ്ടർട്ട് മദ്രാസ് ജേണൽ ഓഫ് ലിറ്ററേച്ചർ ആൻഡ് സയൻസിൽ പയ്യന്നൂർ പാട്ടിൻ്റെ കഥ വിവരിക്കുകയും 16 വരികൾ ഉദ്ധരിക്കുകയും ചെയ്തിരുന്നു. ഗുണ്ടർട്ടിൻ്റെ വിവരണത്തെ അടിസ്ഥാനപ്പെടുത്തി ആധുനിക കവിത്രയങ്ങളിൽ ഒരാളായ ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ കേരള സാഹിത്യ ചരിത്രം 1-ാം വാള്യത്തിൽ പയ്യന്നൂർ പാട്ടിനെക്കുറിച്ച് പരാമർശിച്ചപ്പോഴാണ് മലയാളികൾ ഈ കൃതിയെക്കുറിച്ച് അല്പമെങ്കിലും അറിഞ്ഞത്. ഏറെക്കാലം കൺവെട്ടത്തു നിന്ന് മറഞ്ഞുകിടന്ന പയ്യന്നൂർ പാട്ട് ഒടുവിൽ 1993 ട്യൂബിംഗൻ സർവകലാശാലയിൽ നിന്നും ഡോക്ടർ സ്കറിയ സക്കറിയ കണ്ടെത്തുകയും അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഗുണ്ടർട്ട് ഉപയോഗിച്ച കയ്യെഴുത്ത് ഗ്രന്ഥത്തിൽ 34 ഓലകളിലായി 104 ഈരടികളാണുള്ളത്. പയ്യന്നൂരിൻ്റെ ഭൂതകാല മാഹാത്മ്യത്തെ വർണ്ണിക്കുന്ന പയ്യന്നൂർ പാട്ടിൽ പയ്യന്നൂരിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായിരുന്ന ഉജ്ജ്വലമായ വ്യവസായ വാണിജ്യ രംഗങ്ങളെ വർണ്ണിക്കുന്നുണ്ട്. കച്ചിൽ പട്ടണം അഥവാ ഇന്നത്തെ കൗവായിൽ നിന്നും പുടവ, രത്നങ്ങൾ, പട്ടുവസ്ത്രങ്ങൾ, ആനത്തോൽ, വാൾ, ചുരിക, അരി, ധാന്യങ്ങൾ എന്നിവ കയറ്റി അയച്ചതായി ഈ പാട്ടിൽ വർണ്ണിക്കുന്നുണ്ട്. കപ്പലുകൾ നിർമ്മിക്കുകയും കപ്പൽ കച്ചവടം നടത്തിവരികയും ചെയ്തിരുന്ന പയ്യന്നൂരിലെ സമ്പന്ന വർഗത്തെയും അവരുടെ വിദേശ വ്യാപാര ബന്ധത്തെക്കുറിച്ചും ഈ പാട്ടിൽ വർണ്ണിക്കുന്നു. ഇത്രയും സമ്പന്നമായ ഒരു ഭൂതകാല ചരിത്രമാണ് പയ്യന്നൂരിന് ഉണ്ടായിരുന്നത് എന്ന് ഇന്നത്തെ പുതുതലമുറ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കാര്യം കൂടിയാണ്. പിന്നിട്ട വഴികളെയും പിന്തുടർന്ന പാരമ്പര്യ മൂല്യത്തെയും തൊട്ടറിയാൻ പുതിയ തലമുറയെ പ്രാപ്തമാക്കുന്നതാണ് നമ്മുടെ നാടൻ കലകൾ. അതുകൊണ്ട് തന്നെയാണ് ഒരു കാലഘട്ടത്തിൻ്റെ നേരുപാടുന്ന നാടൻ കലകൾ നമുക്ക് അത്രയ്ക്കും അമൂല്യമാകുന്നത്. ദേശത്തനിമ വിളിച്ചോതുന്ന അനേകം നാടൻ കലകളുടെ ഈറ്റില്ലം കൂടിയാണ് പയ്യന്നൂർ. പയ്യന്നൂർ കോൽക്കളി കേരളത്തിൻ്റെ മറ്റു പ്രദേശങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഉത്കൃഷ്ട കലാരൂപമാണ്. കളരിപ്പയറ്റിൻ്റെ സ്വാധീനവും മെയ് വഴക്കവും താളനിബദ്ധവുമായ ചുവടുകളും ശ്രദ്ധേയമായ വായ്ത്താരികളും ഒത്തിണങ്ങിയതാണ് പയ്യന്നൂർ കോൽക്കളി. പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര പുനരുദ്ധാരണ സമയത്തെ മഹാകലശത്തിന് ആനിഡിൽ രാമൻ എഴുത്തച്ഛൻ എഴുതിയ ഭക്തിരസ പ്രധാനമായ കലശപ്പാട്ട് എന്ന കൃതിയാണ് പിന്നീട് കോൽക്കളിപ്പാട്ടുകളായി രൂപാന്തരപ്പെട്ടത്. പയ്യന്നൂർ കോൽക്കളിയിലെ ആകർഷക ഇനമാണ് ചരടുകുത്തി കോൽക്കളി. വളരെ ശ്രദ്ധയും താളവും വേണ്ടുന്നതാണ് ഈ കളി.
കളിക്കാരുടെ കയ്യിൽ ചരട് കെട്ടി അതിൻ്റെ മറ്റേ അറ്റം മധ്യത്തിൽ ഉറപ്പിച്ചു വെച്ച തൂണിൽ കെട്ടുകയും കളിക്കാർ കളിക്കുന്നതിനൊപ്പം വർണ്ണച്ചരട് വല പോലെ നെയ്തു വരികയും മടക്കം കളിക്കുമ്പോൾ ചരട് അഴിഞ്ഞു വന്ന് പഴയ രീതിയിലാവുകയും ചെയ്യുന്നതാണ് കളിയുടെ പ്രത്യേകത. വിസ്മൃതിയിലായ ചരടുകുത്തി കോൽക്കളിയെ കൂട്ടായ്മയിലൂടെ തിരിച്ചു പിടിച്ചിരിക്കുകയാണ് പയ്യന്നൂരിലെ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും. നല്ല മെയ്വഴക്കവും ദ്രുത ചലനങ്ങളും ആവശ്യമായ കോൽക്കളി രംഗത്ത് ഇന്ന് പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളും വളരെ സജീവമാണ്. താളാത്മകമായ കോലടിനാദം പയ്യന്നൂരിൽ എന്നും ഒരു ലഹരിയാണ്. കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവായ ഇടവലത്ത് കുഞ്ഞിക്കണ്ണ പൊതുവാൾ, കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് നൽകി ആദരിച്ച യു രാമപൊതുവാൾ എന്നിവരൊക്കെ കോൽക്കളി എന്ന കലയെ പ്രോത്സാഹിപ്പിക്കാൻ അശ്രാന്ത പരിശ്രമം ചെയ്ത ചില വ്യക്തിത്വങ്ങളാണ്. അതുപോലെ യു രാമപൊതുവാളിൻ്റെ മകനായ ശ്രീ VTV ദാമോദരനെ 2006 വിദേശ രാജ്യത്ത് പയ്യന്നൂർ കോൽക്കളി പ്രചരിപ്പിച്ചതിൻ്റെ പേരിൽ ഫോക്ലോർ അക്കാദമി അവാർഡ് നൽകി ആദരിക്കുകയുണ്ടായി. ഒരു പ്രവാസിക്ക് ആദ്യമായാണ് ഇത്തരമൊരു പുരസ്കാരം ലഭിക്കുന്നത്. ഒരേ വീട്ടിലെ 2 പേർ, അച്ഛനും മകനും, ഈ പുരസ്കാരത്തിന് അർഹരായതും ഒരു അപൂർവ നേട്ടം തന്നെയാണ്. ഇന്നത്തെ യുവതലമുറയിലെ ഭരത് D പൊതുവാളിനെ പോലുള്ള യുവാക്കൾ കോൽക്കളിയെ പ്രോത്സാഹിപ്പിക്കാൻ മുന്നിട്ടിറങ്ങുന്നത് തന്നെ ഏറെ അഭിനന്ദനാർഹമാണ്. ഉത്തര കേരളത്തിലെ മറ്റൊരു അനുഷ്ഠാന കലാരൂപമാണ് പൂരക്കളി. നല്ല മെയ്വഴക്കവും താളബോധവും ദീർഘകാലത്തെ അഭ്യാസവും ആവശ്യം വേണ്ടുന്ന ഒരു കലാരൂപമാണിത്. സാധാരണയായി പൂരോത്സവ നാളുകളിലാണ് പൂരക്കളി നടക്കാറുള്ളത്. മീനമാസത്തിലെ കാർത്തിക തൊട്ട് പൂരം നാൾ വരെയാണ് പൂരാഘോഷം. പൂരക്കളിക്ക് നേതൃത്വം നൽകുന്ന ആളിനെ പൂരക്കളി പണിക്കർ എന്നാണ് വിളിക്കുന്നത്. പൂരക്കളി ഒരു സമൂഹ നൃത്ത കല തന്നെയാണ്. ഒരു സമൂഹത്തിൻ്റെ ഒത്തൊരുമയും കൂട്ടായ്മയുമാണ് അതിൻ്റെ സൗന്ദര്യം. ഈ കലയെ പരിപോഷിപ്പിക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചത് നമ്മുടെ നാട്ടിലെ കാവുകളും കഴകങ്ങളും ക്ഷേത്രങ്ങളുമാണ്. പരമേശ്വരൻ്റെ തൃക്കണ്ണിൽ നിന്നും ജ്വലിച്ച അഗ്നിയിൽ വെന്തു വെണ്ണീറായ കാമദേവൻ്റെ പുനർജനിക്കായി 18 കന്യകമാർ 3 ലോകങ്ങളിലും പാടി അവതരിപ്പിച്ച കളിയാണത്രേ പൂരക്കളി. എന്നാൽ കരുത്തും മെയ്വഴക്കവും ഏറെ പ്രകടമാക്കുന്ന പൂരക്കളി ചുവന്ന പട്ടും കറുത്ത ഉറുമാലും ധരിച്ച് സാധാരണ പുരുഷന്മാരാണ് അവതരിപ്പിക്കാറുള്ളത്. പകലന്തിയോളം പണിയെടുത്ത് വീടണയുന്ന അന്നത്തെ യുവാക്കൾക്കുണ്ടായിരുന്ന മാനസികോല്ലാസം കൂടിയായിരുന്നു ഇതുപോലുള്ള നാടൻ കലാരൂപങ്ങൾ. ഇന്നത്തെ പുതുതലമുറയിലെ ജീവിതശൈലീ രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള നല്ലൊരു വ്യായാമ കല കൂടിയാണ് ഇത്തരം നാടൻ കലാരൂപങ്ങൾ. പയ്യന്നൂരിൻ്റെ ഉജ്ജ്വലമായ ഭൂതകാല ചരിത്രം വരും തലമുറകൾ കൂടി പകർന്നു നൽകണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പയ്യന്നൂർ ചരിത്രങ്ങളിലൂടെ എന്ന ഡോക്യുമെൻ്ററിയുമായി ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടത്. അപ്പോൾ മാത്രമാണ് ഈ പ്രദേശത്തുകാരായിട്ട് പോലും നമ്മുടെ നാടിനെക്കുറിച്ച് അഭിമാനിക്കാവുന്ന പല കാര്യങ്ങളും നമുക്ക് പോലും അറിയില്ല എന്ന വസ്തുത തിരിച്ചറിഞ്ഞത്. അടുത്ത ഒരു തലമുറയ്ക്കപ്പുറം വിസ്മൃതിയിൽ ആണ്ടുപോയേക്കാവുന്ന പല ചരിത്ര വസ്തുതകളും നമ്മൾ ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. എന്നു മാത്രമല്ല, ഇതിൻ്റെ ചിത്രീകരണത്തിനായി ഓരോ സ്ഥലവും സന്ദർശിച്ചപ്പോൾ അവരിൽ നിന്നു കിട്ടിയ സ്നേഹോഷ്മളമായ സ്വീകരണം ഒരു 3-4 എപ്പിസോഡുകളിൽ ഒതുക്കാമെന്ന് കരുതിയ നമ്മുടെ ഈ ഉദ്യമം നമ്മെ 10ഓളം എപ്പിസോഡുകൾ വരെ എത്തിക്കുന്നതിന് പ്രചോദനമായി. ഇതിൽ എടുത്തു പറയേണ്ടത് രാമന്തളി ജുമാ മസ്ജിദ്, MRCD, സഞ്ജയൻ വായനശാല, കുഞ്ഞിമംഗലം വെങ്കല ഗ്രാമം എന്നിവയുടെ ഭാരവാഹികളുടെ ഹൃദ്യമായ സ്വീകരണമായിരുന്നു. ലഭ്യമായ പുസ്തകങ്ങളിൽ നിന്നും ഓൺലൈൻ മാധ്യമങ്ങളിൽ നിന്നും അതുപോലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന പഴയ തലമുറയിലെ ചില വ്യക്തിത്വങ്ങളിൽ നിന്നും പയ്യന്നൂരിൻ്റെയും പരിസര പ്രദേശങ്ങളുടെയും സമഗ്രവും സംക്ഷിപ്തവുമായ ഒരു വിവരണം നൽകാൻ നമ്മൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഡോക്യുമെൻ്ററിയുടെ ഓരോ എപ്പിസോഡുകളും മുടങ്ങാതെ കണ്ട് വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകി നമ്മെ പ്രോത്സാഹിപ്പിച്ച നിരവധി പേരുണ്ട്.
അതിൽ പ്രധാനികളാണ് പ്രമുഖ എഴുത്തുകാരനും വാഗ്മിയും മുൻ ഗവൺമെൻറ് സ്പെഷ്യൽ സെക്രട്ടറിയുമായ കെ സുദർശൻ സർ, അബുദാബിയിലെ നാഷണൽ എഞ്ചിനീയറിംഗ് സർവീസസ് ആൻഡ് ട്രേഡിംഗ് കമ്പനിയുടെ മുൻ കമേഴ്ഷ്യൽ മാനേജറായ ദേവദാസ് പൊതുവാൾ, ഏഷ്യാനെറ്റ് റേഡിയോ പ്രോഗ്രാം ഡയറക്ടറായി വിരമിച്ച രമേശ് പയ്യന്നൂർ, എറ്റിസലാത്ത് സീനിയർ എഞ്ചിനീയറായ ബി ജ്യോതിലാൽ, വേൾഡ് വിഷൻ ചാനൽ ഡയറക്ടറായ ബാബുരാജ്, അബുദാബിയിലെ പ്രശസ്ത സംഗീത അധ്യാപകനായ ശ്രീ വിഷ്ണു മോഹൻദാസ് എന്നിവരെ നാം ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ നമ്മെ പിന്തുണച്ച മറ്റെല്ലാ പ്രിയപ്പെട്ടവരെയും. ഇനിയുമുണ്ട് ഏറെ. ചരിത്ര സത്യങ്ങളും മിത്തുകളും തേടിയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. ഏവർക്കും നന്ദി.